ഏരിയ അല്ലെങ്കിൽ ഇതൊക്കെ ദൈവത്തോട് ചേർന്ന് നടന്നവരാ. ഇവർക്ക് ദൈവത്തോട് ചേർന്ന് നടന്ന് പറയുമ്പോൾ അതിന് 4 പ്രധാനപ്പെട്ട തലം. കുറിക്കേണ്ടവർക്ക് കുറിക്കാം, മനസ്സിൽ കുറിക്കാം, ഹൃദയത്തിൽ കുറിക്കാം. ഒന്ന്, Enoch was walking with God. That shows the togetherness of walking. ഞാനും എന്താണ് ജസ്റ്റിൻ ബ്രദർ ഒരുമിച്ച് നടക്കുക, ചേർന്ന് തണുപ്പാ, ചേർന്ന് നടക്കുക, മുട്ടിയൊരുമി നടക്കുക. ഇപ്പൊ യാത്ര നടപ്പിന്റെ ഒന്നാമത്തെ ലക്ഷണം ഇറ്റ് ഈസ് എ വാക്കിംഗ് ടുഗദർ. കോർപ്പറേറ്റ് വാക്കിംഗ് ആണ്. ഒരാൾ മറ്റൊരാളുടെ ചേർന്ന് നടക്കും. അതാണ് അതിന്റെ ഒന്നാമത്തെ. ആ വാക്കിന്റെ അർത്ഥം വ്യാഖ്യാനം. രണ്ടും, നമുക്ക് നടക്കാൻ ഒരു വഴി വേണം. ഇപ്പൊ ഞങ്ങൾ വന്നു സാംസൺ മാസ്റ്റർ എന്നെ കൊണ്ടുവന്നു. അല്ലെ, പുതിയ പുതിയ വഴിയൊക്കെ സാംസൺ മാസ്റ്റർ ആദ്യമായിട്ട് GPS തരുന്ന റൂട്ടിലാണ് ഇതുവരെ വരാത്ത റൂട്ടിലാണ് പറഞ്ഞാൽ ഷോർട്ട് റൂട്ടായിരിക്കും. വി നീഡ് എ പാസ് ടു വാക്ക്. നടക്കാൻ നമുക്കൊരു വഴി വേണം. അപ്പോൾ നോക്കി, 2020 നമ്മുടെ നടന്നവർ, ഞാൻ തന്നെ വഴിയും സത്യവും എന്നിലൂടെ കടക്കുന്നവൻ പിതാവിന്റെ അടുത്ത്, അല്ലാത്തവൻ രക്ഷപ്പെടുന്നു. അപ്പോൾ God, as far as Noah is concerned, God becomes the way to walk in. ഒന്ന്, to walk with, walk in, നടക്കാൻ ഒരു വഴി. ചില റെട്രോസ്പെക്ഷൻ ആയി പറയും 2025 നമ്മൾ നടന്ന വഴികൾ മുഴുവൻ ദൈവം അനുവദിച്ച വഴികളാണ്. All the ways were permitted by God. Were we walking along with God? ഞാൻ നടന്ന എല്ലാ വഴികളും ദൈവസ്ഥാനത്തും ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് സമയം അതിനെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകും. 3, ഞാനിന്ന് ഒരു അടുത്ത ആഴ്ച ലിവർപൂളിൽ പോകും. രാവിലെ ലിവർപൂൾ, ഉച്ചയ്ക്ക് വൈകിട്ട് ലിവർപൂൾ. ഐ ഇൻവൈറ്റഡ് ഫോർ ദ ലിവർപൂൾ ചർച്ച്. 2 ചർച്ചസിനെ വിളിച്ചേക്കും. നിങ്ങളിന്ന് വന്നല്ലേ, ആകെ ആഴ്ച വീണ് കിട്ടുന്ന രാവിലെ ഇന്നിവിടെ വന്ന ബിക്കോസ് യു നോ ദാറ്റ് ദർ ഇസ് എ സർവീസ് ഗോയിങ് ഓൺ. ദാറ്റ്സ് വൈ യു ഹാവ് കം. സിസ്റ്റർ ഡയറക്റ്റ് ഓഫീസിൽ അതില്ലയോ, വീട്ടിൽ പോയിട്ട്. അവളെ റീസൺ, അതാണ് കോസ്റ്റേറ്റീവ് ഡയമെൻഷൻ. ഇതൊക്കെ പറഞ്ഞ്, ഒന്ന് എക്സ്പീരിയൻഷ്യൽ ഡയമെൻഷൻ നോക്കി, മറ്റേന്താണ് ഒന്നാണ് നടക്കുന്ന വിത്ത് ഗോഡ്, ദൈവത്തോട് എക്സ്പീരിയൻസ് ചെയ്യുക. മറ്റേന്താണ് കോസ്റ്റേറ്റീവ്, റീസൺ ഫോർ വാക്കിംഗ്, ദൈവത്തിന് വേണ്ടി നടക്കാൻ ഒരു കാരണം. നമ്മൾ ഇത് കഴിഞ്ഞാലും ആരും നിൽക്കുന്നില്ല. വി ആർ ഗോയിങ് ടു അവർ ഹൗസസ്. ഞാൻ ബർമിംഗ്ഹാമിലേക്ക് പോകും, നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക്. അതാണ് വി ആർ വാക്കിംഗ് ടുവേഴ്സ് അവർ ഡെസ്റ്റിനേഷൻ. മനസ്സിലായി പറഞ്ഞത്? ഒന്ന്, വാക്കിംഗ് വിത്ത് ഗോഡ്, വാക്കിംഗ് ഇൻ ഗോഡ്, വാക്കിംഗ് ഫോർ ഗോഡ് ആൻഡ് വാക്കിംഗ് ടുവേഴ്സ് ഗോഡ്. അതാണ് നിത്യത. ഇപ്പൊ ഹാനോക്ക് നടന്നു, ഹാനോക്ക് എടുക്കപ്പെട്ടതാണ് കൃത്യമായ തിയോളജിക്കൽ മീനിങ്. അത് all through the life Enoch was walking towards God, and towards the close of his walking he was taken to God's presence, eternity. That's consummation of the journey. അപ്പോൾ ശ്രദ്ധിക്കാം, നമ്മൾ 2026 ഇറ്റ്സ് എൻ ഇയർ ഓഫ് ഇൻഹെറിറ്റൻസ്. നമ്മൾ പ്രാപിക്കണം, ദൈവം ആഗ്രഹിക്കുന്ന മുഴുവൻ വാഗ്ദത്തങ്ങളും പ്രാപിക്കണം. ഇൻഹെറിറ്റൻസ് ബ്രദറെ, പ്രോമിസും ഫുൾഫിൽ ആണ് ഇൻഹെറിറ്റൻസ്. വേദോസത്തിന്റെ മുഴുവൻ പ്രിൻസിപ്പൾ ഇക്വേഷൻ പറയുകയാണെങ്കിൽ പ്രോമിസ്, പ്രൊസീജിയർ, ഫുൾഫിൽമെന്റ്. വാഗ്ദത്തം, പ്രക്രിയ, നിവർത്തി. അതാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ്. ഹെർമനോട്ടിക്കൽ ഇക്വേഷൻ. വാഗ്ദത്തം പറഞ്ഞ്, പ്രക്രിയ, ഫുൾഫിൽമെന്റ്. ഇംഗ്ലീഷ് പറഞ്ഞ് പ്രോമിസ്, പ്രൊസീജിയർ ആൻഡ് ഫുൾഫിൽമെന്റ്. ഒരാൾക്കൊരു അടിയന്തരമായ ശസ്ത്രക്രിയ വേണം, ആദ്യം ഡയഗ്നൈസ് ആണ്, പ്രൊസീജിയർ ആണ് ഓപ്പറേഷൻ, ദെൻ ഫൈനലി റിക്കവറി ആണ്, കൺവാലസൻസ്, സൗഖ്യം പറഞ്ഞു. നിങ്ങളുടെ മെഡിക്കൽ ടീമിൽ പറഞ്ഞു. ഒരു എക്സാമ്പിൾ പറയും, ജോസഫ് ദർശനം കണ്ട എത്രാമത്തെ വയസ്സിലാ? ബ്ലസ്സിംഗ് നൽകി തരാ. എത്രാമത്തെ വയസ്സ് ദർശനം കണ്ടെന്ന് പറ? എത്രാമത്തെ വയസ്സിലാ? 17-ാമത്തെ വയസ്സ്. എത്രാമത്തെ വയസ്സിലാ ദർശനം സഫലമായത്? സോ വാട്ട് ഈസ് ദ ടൈം ഓഫ് പ്രൊസീജിയർ? ഫുൾഫിൽമെന്റ് മൈനസ് പ്രോമിസ് ഈസ് പ്രൊസീജിയർ. സോ 30 മൈനസ് 13 വർഷമാണ്. 17 സ്വീറ്റ് 17, മധുര 17ആണ്, നമുക്കറിയാം. 17-ാമത്തെ വയസ്സിൽ കണ്ട ദർശനത്തിന്റെ സാഫല്യം 30-ാമത്തെ വയസ്സിൽ. ഇത് ഓൾഡ് ടെസ്റ്റ്മെന്റ് ഇക്വേഷൻ ആണ്, ഹെർമനോട്ടിക്കൽ ടാസ്ക് ആണ്. ഈ ഒരു ഇക്വേഷൻ വെച്ച് ഏത് ടെസ്റ്റിനെയും പഠിക്കും. പറയാം, അബ്രഹാമിന്റെ കേസ് പറഞ്ഞു, വാട്ട് വാസ് ദ ടൈം when he received the promise? At the age of 75. So 25 years of carrying, waiting to have a son. Finally at the age of 100 he was given a son. What about priest Zechariah? At the age of 50, അതായത് 55 വർഷമാണ് പൗരോഹിത്യം. അപ്പൊ ടോട്ടൽ 78. 78 മൈനസ് 55. ഞാൻ മാസ്റ്റർ നമ്മുടെ പാസ്റ്റർ ബിക്കം ആണല്ലോ, നമ്മുടെ മാസ്റ്റർ സാംസൺ പാസ്റ്റർ ബിക്കം ആകുന്നില്ലേ, മാനേജ്മെന്റ്.
78 മൈനസ് 50, 55 പറഞ്ഞു. At the age of 23, he started praying. And he continued his prayer up to age 78. That is 55 years. അതാണ് പ്രക്രിയ, പ്രൊസീജിയർ. മനസ്സിലായില്ലേ? നമുക്ക് ടെസ്റ്റ് നമ്മൾ കയറാൻ. ഇതാണ് ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് പാറ്റേൺ. ഹന്നയുടെ കേസ് 26 years she was praying for a child. Old Testament Hannah. എല്ലാം അങ്ങനെയാണ്. മുഴുവൻ ഇൻഹെറിറ്റൻസും അല്ലേ that demands a price of tarrying. Without paying a price of waiting and tarrying, no inheritance is going to be actualized. പിന്നെ വേദോത്സവത്തിൽ ആരൊക്കെ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചു അവർ ആവശ്യമായ വില കൊടുത്തു. Without paying the price, no fulfillment is going to happen. അതാണ് ബേസിക് ആൻസർ തീസിസ് ആണ്. ഇപ്പം സമയം തുടങ്ങാം. ഒരു വലിയ ടെസ്റ്റാണ് ഇന്നത്തെ. പരിശുദ്ധാത്മ നിയോഗ ടെസ്റ്റ്. 15ാമത്തെ വാക്യമാണ് തുടങ്ങുന്നത്. ഫറവോൻ ഈ കാര്യം കേട്ടാറ് മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു. ഒത്തിരി ഡീറ്റെയിൽസ് പോകാൻ സമയമില്ല. ഈ ടെസ്റ്റ് തുടങ്ങുന്നതിനുമായിട്ട് ഒന്നൊരു പൊതുവായിട്ട് കാര്യം പറഞ്ഞില്ല. റെട്രോസ്പെക്ഷൻ, ലുക്കിംഗ് ബാക്ക്. 2 ഇൻട്രോസ്പെക്ഷൻ മീൻസ് ലുക്കിംഗ് വിതിൻ. ഞാൻ എന്നിലേക്ക് സ്റ്റീവറിസിലേക്ക് നോക്കിയാണ്. അങ്ങനെ നോക്കുമ്പോൾ 2, ഒന്ന് ദ സിൻസ് ഓഫ് ഒമിഷൻ ആൻഡ് സിൻസ് ഓഫ് കമ്മീഷൻ. ഞാൻ ചെയ്യേണ്ടത് ചെയ്തില്ല, ചെയ്താത്തതാണ് സിൻസ് ഓഫ് ഒമിഷൻ. നമ്മുടെ അപജയങ്ങൾ, എന്റെ വീഴ്ചകൾ, എന്റെ പരാജയം, സ്ട്രെങ്ത് പോയിന്റ്സ് കാണാൻ സാധിക്കും. വേർ ഡിഡ് ഐ ഫെയിൽ, വേർ ഡിഡ് ഐ സക്സീഡ്, ഇതൊക്കെ മനസ്സിലാവും. അതാണ് അപജയങ്ങളെ, അതാണ് കറക്ഷൻസ് ആണ് ജീവിതത്തെ. ലുക്കിംഗ് വിതിൻ, നമ്മുടെ ഉള്ളിലേക്കുള്ള ഇൻട്രോസ്പെക്ഷൻ, ആത്മശോധന എന്നൊക്കെ മലയാളത്തിൽ പറയും. 3ാമത്തെയാണ് ഇത്രയും രണ്ടും ഇതാണ് 2025 ബന്ധപ്പെട്ട വർഷം. 3ാമത്തെ പെർസ്പെക്റ്റീവ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു എന്താണ് 2026. അതിന്റെ പേര് പുതിയ വാക്ക് പ്രോസ്പെക്ഷൻ. കേട്ടിട്ടുണ്ടോ? പ്രോസ്പെക്ഷൻ എന്ന വാക്കിന് ഇംഗ്ലീഷ് അർത്ഥം ലുക്കിംഗ് ബിയോണ്ട്. അതായത് നമ്മുടെ കാഴ്ചയുടെ പരിധിക്ക് അപ്പുറത്തേക്ക് നോക്കും. ഫോർ എക്സാമ്പിൾ, 75ാമത്തെ വയസ്സല്ലേ അബ്രഹാം കൂടാരവാസിയാ. ഹി നെവർ ബിൽറ്റ് എ ഹൗസ്, മാൻഷൻ ഫോർ ഹിംസെൽഫ്. ഒരു 100 മാൻഷൻ വേണേ പണിയാൻ. കാര്യം ഹി ഈസ് ദ റിച്ചസ്റ്റ് പേഴ്സൺ നോട്ട് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ബൈബിൾ. ഏറ്റവും വലിയ ധനവാനാണ് ആരാ? അബ്രഹാം. അതിനപ്പുറത്ത് ന്യൂ ടെസ്റ്റ്മെന്റിൽ ആരില്ല, ഓൾഡ് ടെസ്റ്റ്മെന്റ്. കാര്യം 318 സോൾജേഴ്സാണ്. നമ്മുടെയൊക്കെ മക്കളുടെ കല്യാണത്തിനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണത്തിനാണ് നിങ്ങളുടെ പേരൻസ് ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി ഹോസ്റ്റ്. അതിന്റെ ലോൺ അടച്ചു തീർന്നിട്ട് ഒരു കാര്യം, 600 പേർക്ക് ഫുഡ് കൊടുത്തിട്ട് 3 വർഷം കഴിഞ്ഞ് ലോൺ തീർന്നിട്ട് ഇല്ലാത്ത കേസ്. ദിസ് ഇസ് എ നാച്ചുറൽ ഓക്കറൻസ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് തിയോളജിസ്റ്റ് പറയുന്നത് അബ്രഹാമിന്റെ വീട്ടിൽ മോനെ ബ്രേക്ക്ഫാസ്റ്റ്, കാര്യം ബ്രേക്ക്ഫാസ്റ്റിൽ ഇടയന്മാരൊക്കെ സ്വന്തം വീട്ടിലാണ്. നോട്ട് ലെസ് ദാൻ 450 എന്നൊക്കെയാ പറയും. കാര്യം ഇടയന്മാരൊക്കെ വീട്ടിൽ നിന്നല്ല അബ്രഹാമിന്റെ ആടിനെയും മാടിനെയും കൊണ്ട് മേയ്ക്കാൻ പോകട്ടെ. അബ്രഹാമിന്റെ ഒക്കെ വീട്ടിലെ ഇറ്റ് ഈസ് എ ഡെയിലി മിനിമം 500 to 600 ആണ് ലഞ്ച്. അത്ര ഡിന്നർ കുറയും. കാര്യം ഇവർ നേരത്തെ വീട്ടിൽ പോകും. ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു ഡിന്നറിന്റെ കാര്യം പറയും. ജീവിതത്തിൽ ഒരിക്കൽ കൊടുത്ത ഡിന്നറാണ് ഇനി ബാങ്കിന്റെ നോട്ടീസ് വരാൻ കിടക്കുക. വളരെ ജീവിതത്തിൽ പക്ഷേ ദിസ് ഇസ് എ ഡെയിലി ഓക്കറൻസ്. 312 സോൾജേഴ്സ് പ്ലസ് ഭാര്യമാരെ, കൺക്യൂബൈൻസ്, അവരുടെ മക്കള്, ചാർജ്, ലോത്തിന്റെ ഫാമിലി എല്ലാം ഇഷ്ടംപോലെ കെട്ടിക്കറി കിടക്കുകയാണ്. ഇതെല്ലാമായിട്ടും ഹിസ് റിസോഴ്സസ് നെവർ ഗെറ്റ് എക്സോസ്റ്റഡ്. ഇത്രയും ധനവാനായ മനുഷ്യൻ, ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദ ഹോൾ ബൈബിൾ, അവൻ താമസ കൂടാതെ അതുപോലെ ആത്മീയ ടെന്റിൽ താമസിച്ച യു കം ഔട്ട് ഓഫ് ദ ടെന്റ്. ശ്രദ്ധിക്കണേ, പ്രധാനപ്പെട്ട വിഷയം. ഇതൊക്കെ ആത്മാവിന്റെ നിയോഗം ഞാൻ പറയാം. പ്രവചനാത്മാവ് നിങ്ങൾ എന്നെ സ്വീകരിക്കും. Abraham, why can't he come out of the tent? As long as Abraham is under the tent, because under the tent, the roof is covered by the tent. The sides are covered by the tent. ടെന്റില്ലേ, കൂടാരമോ? അപ്പോൾ കൂടാരത്തിന് പുറത്ത് വന്നപ്പോൾ നോക്കാൻ പറഞ്ഞു. You just raise your head and see the galaxy of stars over the heaven. And you look beyond what is seen. അപ്പോൾ കടൽപ്പരപ്പിലെ മണൽ പോലെ കിടക്കാൻ മണൽ, അൺകൗണ്ടബിൾ. ഞാൻ പറഞ്ഞ വിഷയം എന്റെ ശൈലി നിങ്ങൾക്ക് പരിചയമുള്ള എന്റെ ശൈലി, പരിചയമുള്ള ശൈലി. മോനെ, കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നക്ഷത്രങ്ങളെ കാണാനൊക്കെ. As long as you are fixed to the tent, you can never see the immeasurable sands on the sand. അബ്രഹാമിനെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കണമെങ്കിൽ, അബ്രഹാമിന്റെ ഇൻഹെറിറ്റൻസ് ആത്യന്തികമായ പ്രപ്പോസൽ മനസ്സിലാക്കണമെങ്കിൽ, അബ്രഹാം കൂടാരം വിട്ട് പുറത്തു വരണം.
ഇന്ന് രാത്രികാലം സഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, if you are not prepared to come out of the tent, you are not going to inherit the promise that are to be inherited and to be seen. മോനെ, കൂടാരം മറയ്ക്കുന്നതാണ്. The roof hides the promises of God. The walls, സൈഡിലെ മറകളും മുകളിലെ റൂഫൊക്കെ മറയ്ക്കുന്ന സ്തോത്രം. ഇന്ന് പകലക്കാലം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ മറക്കുന്നല്ല, വാഗ്ദത്തങ്ങളെ മറയ്ക്കുന്ന, ദൈവത്തിന്റെ നന്മകളെ മറയ്ക്കുന്ന, ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ മറയ്ക്കുന്ന ഏതെങ്കിലും മറകൾക്കുള്ളിലാണ് പ്രസവിക്കുന്നത് ഞാനെങ്കിൽ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ സഭയോട് പറയുന്നു, ദിസ് ഈസ് ദ ഹൈ ടൈം ദാറ്റ് യു ഹാവ് ടു കം ഔട്ട്. ഞാനൊന്നും ഇവിടെ വന്നതിന് ശേഷം നിയമം കിട്ടിയ ടെസ്റ്റാ. ഞാൻ വേറെ ലൂക്കോസ് 15 കണ്ടാവാൻ ടെസ്റ്റ് പരിശുദ്ധാത്മാ മാറ്റുന്നത്. സോ പ്രോസ്പെക്ഷൻ മീൻസ് ലുക്കിംഗ് ബിയോണ്ട്. നിന്റെ കാഴ്ചയുടെ പരിധിക്കപ്പുറത്തേക്ക്. യു ലുക്ക് ബിയോണ്ട് വാട്ട് ഈസ് സീൻ. യു ട്രൈ ടു ലിസൺ ബിയോണ്ട് വാട്ട് ഈസ് ഹേർഡ്. യു ട്രൈ ടു കോംപ്രിഹെൻഡ് വാട്ട് ബിയോണ്ട് വാട്ട് ക്യാൻ ബി കോംപ്രിഹെൻഡ്. ഈ ഭിത്തിക്കപ്പുറത്തല്ല നിങ്ങളുടെ വണ്ടി എനിക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ ഇറ്റ്സ് ബിയോണ്ട് ദ വേൾഡ്. ഇതിനപ്പുറത്തൊരു മുറിയുണ്ട്, ഇതിനപ്പുറത്ത് ഈ മുറി ഞാൻ കണ്ടില്ല. പക്ഷെ വി കാനോട്ട് സീ ബിക്കോസ് ഇറ്റ് ഈസ് ക്ലോസ്ഡ്. ഇന്ന് രാത്രി അടയ്ക്കപ്പെട്ടതായ ചില വാഗ്ദത്തങ്ങളെ കാണുന്നു. പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ അത് കണ്ടിട്ടില്ല. പറഞ്ഞ സിസ്റ്ററെ, ചെവി കേട്ടിട്ടില്ല. നോ വൺ ഹാസ് കൺസീവ്ഡ് ഇൻ ഹിസ് പ്രവചിച്ചത്. നോ വൺ ഇൻ ദ വേൾഡ് ഹാസ് എവർ സീൻ, നോ ഇയേഴ്സ് ഹാവ് ഹേർഡ്, ആൻഡ് നോ ഹാർട്ട്സ് കുഡ് കൺസീവ് ഇറ്റ്. ദൈവത്തിന് ആൾക്കൂട്ടൊന്നും വിഷയം. ഞാൻ ദോഹ പോയി 2 ദിവസം. 49 days ദോഹ പ്രസംഗിക്കും. ദോഹ 25 ചർച്ചയുണ്ട്. ഞാൻ പോയത് പിന്നെ ഉണ്ടായത് 23 ചർച്ചിലും പ്രസംഗിക്കും. ഒരു വെള്ളിയാഴ്ചക്ക് 7 ചർച്ചിലാണ് പ്രസംഗിക്കുന്നത്. അവിടെ ഗൾഫിൽ അങ്ങനെയാണ്. ഒരു 7 ചർച്ച ഒരു വെള്ളിയാഴ്ച പ്രസംഗിക്കും മാക്സിമം. ചീഫ് നമ്മൾ വിളിക്കത്തില്ല. പിന്നെ സുവാർത്ത ചർച്ച അവര് വിളിക്കത്തില്ല. അവരുടെ ഒരു സ്പീക്കർ അവർ ഐ പ്രീച്ച് ഇൻ ഓൾ ദ 23 40 പറന്നാണെന്ന് പ്രസംഗിക്കും. ഏറ്റവും ഒരു ചർച്ചിന്റെ പേര് ഞാൻ മറന്നു. അത്ര 7ാമത് ഞാൻ 7 പ്രസംഗമൊക്കെ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച. അവിടെ വെള്ളിയാഴ്ച ആണ് വർഷം. എസോസ്ത പോയാലോകത്ത് പ്രശ്നമാണ്. പോയാലോകത്ത് പ്രസംഗിയെ കുറിച്ചിട്ട് പോയത് 5ാമത്തെ എന്തോ ഒരു ചർച്ച ഒരു വെള്ളിയാഴ്ച. ഡേറ്റ് ഞാൻ പറഞ്ഞത് 5ാമത്തെ ചർച്ച. എന്നെ പാസ്റ്റർ ഒന്നും കൊണ്ടുപോകും. ചർച്ച പാസ്റ്റർമാരൊന്നും കൊണ്ടുപോകാം. ഐ കുഡ്ന്റ് ബിലീവ്. എന്നെ കൂടെ കൂട്ടി 7 പേര്. എന്നെ കൂടെ അത്ര പേരുണ്ട്. എന്റെ പ്രസംഗത്തിന്റെ 47ാം വർഷമായി. ഗോൾഡൻ ജൂബിലി വരാം. അന്നേ ഇവിടെ വരും. എല്ലാ വർഷവും വരുന്നത്. എന്റെ ജീവിതത്തിൽ 47 9ാം ക്ലാസ്സിലാണ് ഫസ്റ്റ് കൺവെൻഷൻ. 14ാമത്തെ വയസ്സിൽ ഞാനും എന്റെ മോളും ആദ്യത്തെ കൺവെൻഷൻ പ്രസംഗിക്കുന്നത് 14ാമത്തെ 9 രണ്ടു ഒത്തിരി സാധനം. ഐ ഓൾസോ പ്രീച്ച് ഇൻ 9th സ്റ്റാൻഡേർഡ്. ഷീ ഓൾസോ പ്രീച്ച് ദ കൺവെൻഷൻ ഫോർ 9th സ്റ്റാൻഡേർഡ്. അങ്ങനെ ഒരു ശുശ്രൂഷ വെളിപ്പെട്ടിട്ട് ഞാൻ 7 പറഞ്ഞു. 7 പേര് പാസ്റ്ററുടെ ചേർന്ന്. പാസ്റ്റർ ആന്റി ഉണ്ട്, പാസ്റ്റർ അത് ചെറിയ ചെറിയ. പക്ഷെ അന്ന് വെളിപ്പെട്ട ഒരു ഐ കാനോട്ട് ഇമാജിൻ, ഐ കാനോട്ട് എക്സ്പ്രസ് ഇൻ ഹ്യൂമൻ വേഴ്സ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഗോഡ് ഡസന്റ് കൗണ്ട് നമ്പർ, റാദർ ഹി ഈസ് കൺസേൺഡ് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ദ ലിസണേഴ്സ്. എന്താ നമ്മുടെ പാസ്റ്റർ കുഞ്ഞിയുടെ പേര്, മോന്റെ പേരെന്താ? കുഞ്ഞിന്റെ പേരെന്താ പാസ്റ്റർ? അന്ന. ഇപ്പൊ അന്ന കൊച്ചു കുഞ്ഞ്. ഇതൊന്നും മനസ്സിലാകുന്നില്ല. ഒരു കുഞ്ഞു സ്വീകരിച്ചാൽ മതി. ആ മോന്റെ പേരെന്തുവാ? കേലം. എന്റെ കൊച്ചുമോന് കേലം. ഇത്രയും ആയിട്ടാ 6 മാസമായത്. ഒരു വ്യക്തി കേട്ടാ മതി. അതാണ് പാരമുള്ള സ്വർ. അറിയാമല്ലോ എത്ര സ്ഥലത്താ വിറ്റ് പറഞ്ഞു പറഞ്ഞു? 4 സ്ഥലത്ത്. ഹൗ മെനി സോവേഴ്സ് ആർ ദേർ? 4 പേരോ? only one sow, one seed. That means one speed sow. ഒരു സീഡ് അല്ല, ഒരേ സ്പീഡ് ഒരു സീഡ് ആണ്. ടൈം ഓഫ് സോയിങ് ഇസ് ഓൾമോസ്റ്റ് സെയിം. ഏകദേശം ഒരേ സമയത്താണ് വിതയ്ക്കുന്നത്. സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. ഒന്ന് പാറപ്പുറം പറഞ്ഞു, ഉള്ളിനിടെ. പിന്നെ നല്ല നിലത്ത് വഴി ഓൺ ദ വേസ്റ്റ്. എന്റെ വിശദമായ സ്റ്റഡിയാണ്. അച്ഛന്മാർക്ക് വേണ്ടി ക്ലാസ് എടുത്ത സബ്ജക്ട് പണ്ടെടുത്ത. അത് 4 സ്ഥലമല്ല മോനെ. മാഞ്ചസ്റ്റർ, പിക്കാഡില്ലി, സ്റ്റോക്ക് ഫോർട്ട്, അങ്ങനെ 4 സ്ഥലങ്ങളെ പറ്റിയല്ലേ. 1 ഏക്കർ വസ്തുവിനെ പറ്റിയല്ലേ. മാക്സിമം 1 ഏക്കർ വസ്തു. അതിന്റെ ടെക്സ്റ്റൽ കോണ്ടക്ട് 1 ഏക്കർ വസ്തുവിനകത്ത് പുള്ളുണ്ട്, പാറപ്പുറമുണ്ട്. ഒരു സൈഡ് നമ്മുടെ നാട്ടിലെ വസ്തു ഏതെങ്കിലും ഒരു സൈഡ് റോഡ് ചെറിയ നടവഴിയെങ്കിലും കാണും. ഒരു സ്ഥലം എങ്ങനെയോ സംഭവിച്ചത് പ്രിപ്പയർഡ് പറഞ്ഞേ. സീഡ് ഈസ് സെയിം, sower is same, land is same, time is same, everything. Then what is it?
അപ്പോഴോ റിസപ്ഷൻ കറക്റ്റ്. ബൈബിൾ കോളേജ് വേക്കൻസി എടുത്തിരുന്നു. ഈ ഫെബ്രുവരി പുതിയ ബാച്ച് തുടങ്ങും. റിസപ്ഷൻ മേക്സ് എ ഡിഫറൻസ്. ബാക്കി 3 സ്ഥലങ്ങളിലും വിത്ത് കിടക്കാത്തല്ല. വിത്തിന്റെ പ്രശ്നമല്ല, വിതക്കാരന്റെ പ്രശ്നമല്ല, വിതച്ചന്റെ മെത്തഡോളജി ഓഫ് സോയിങ്. The ground was not prepared to receive. That is why the harvest was not made. എന്റെ വലിയ പ്രശ്നമാണ് ക്രൗഡ്. അങ്ങനെ 4300 എന്റെ ചർച്ചിലെ മെമ്പർഷിപ്പ് എന്ന് പറയും. 4000 അമേരിക്ക പോലും 2361 വരാം അമേരിക്കൻ ചർച്ചിന്റെ വലിയ ക്രൗഡാണ്. ഏറ്റവും മേജർ ചർച്ച വാസുകറി. പക്ഷെ ബന്ധക്കോസിലേക്ക് വന്നത് തന്നെ അടിച്ചല്ലേ ആ 4 വീട്. നെഗറ്റീവായിട്ട് പറഞ്ഞു. എടാ 4000 പേര് ദിവസം 3 സർവീസ് ഒക്കെയാ. കാര്യം 4500 പേരെ ഒക്കെ 3 സർവീസാണ് മിനിമം. ഒരു സർവീസ് 1500 പേരെ മലയാളം കേൾക്കുന്നു മിനിമം. പിന്നെ ഗസ്റ്റ് ലിസണേഴ്സ് ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ വ്യാപരിക്കാത്ത ദൈവ സാന്നിധ്യമല്ലേ. വെറും 10 പേരുടെ 8 പേരുടെ മീറ്റിംഗിൽ വ്യാപരിക്കുന്നത് ഞാൻ കണ്ടതാ. എന്റെ എക്സ്പീരിയൻസ് ആണ്. 2013 ഞാൻ അടിമാലി നെനവേ കൺവെൻഷൻ, കുനുമാവ് എന്നൊക്കെ പറയും, യാക്കോബക്കാരുടെ കൺവെൻഷൻ. നെനവേ 3 നോമ്പെന്ന് കേട്ട 3 നോമ്പിന്റെ അടിമാലി കേരളം അല്ലേ. അടിമാലി കേരളം ഇടുക്കിയിലെ സ്ഥലം. ഞാൻ ഇടുക്കിക്കാരൻ. ഇടുക്കിയിലെ താമസിക്കാം 5 ദിവസം. ബ്രദറെ 7800 കസേരയാ. 2200 പേർ ഉണ്ട്. ഫ്ലോർ തറയിരിക്കും. 7800 പ്ലസ് 10200 അല്ലയോ. ഞാൻ പറഞ്ഞത് സങ്കട അച്ഛന്മാരുടെ കൺവെൻഷൻ. അന്ന് വ്യാഴാഴ്ച ഞാൻ പ്രസംഗിച്ച 10200 പേരുടെ മീറ്റിംഗിലാണ് പ്രസംഗിക്കുന്നത്. വ്യാഴാഴ്ച ഞാൻ മെയിൻ സ്പീക്കർ. വ്യാഴം വെള്ളി 2013 വെള്ളി. ശനിയാഴ്ച ഞാൻ പ്രസംഗിക്കുന്ന കോന്നി പടപ്പയ്ക്കൽ താപർ മാർത്ത എന്റെ വീടിന്റെ അടുത്തുള്ള സാർ. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിന്റെ പ്രിൻസിപ്പലിന്റെ ബ്രദർ ഡോക്ടർ ഫിലിപ്പ് റെസിസ്റ്റന്റ് ബ്രദറിന്റെ വീട്ടിലാണ് പ്രസംഗിക്കുന്നത്. എന്നെ കൂടെ കൂടി 21 വരും. അപ്പൊ എന്നെ കൂടെ അത്ര വരുന്നത് ഇതൊന്നും നമുക്ക് മറക്കാം. അന്ന് വെളിപ്പെട്ട ദൈവ സാന്നിധ്യം. ആ പ്രിൻസിപ്പൾ അച്ഛന്റെ സഹോദരൻ ഹൈസ്കൂൾ പ്രിൻസിപ്പളാണ്. സഹോദരി കുഞ്ഞുങ്ങളെ. അവരുടെ 3 മക്കൾക്ക് 2 പേർക്കും തലമുറകൾ. ജനറേഷണൽ കേസ് മനസ്സിലായി. അന്ന് രാത്രി അവരെ വിദേശ രാജ്യങ്ങളാണ്, യൂറോപ്പിലാണ്, ഒരാൾ UK-യിലായിരുന്നു തോന്നുന്നു. മക്കളുണ്ടാകത്തില്ല. വലിയ പ്രശ്നമാണ്, പ്രശ്നങ്ങൾ. പക്ഷെ അന്ന് രാത്രി ആ ബന്ധനം പൊട്ടി അല്ലേ. ആ ഒരു ഹൈസ്കൂളിന്റെ അവർ ചിൽഡ്രൻ കൺസീവ്ഡ്. 10200 പേരുടെ പ്രസംഗിച്ച് അന്ന് വെളിപ്പെടാത്ത ദൈവസാന്നിധ്യം 22 പേരുടെ മീറ്റിംഗിൽ ഇറങ്ങി. റിസപ്ഷൻ മേക്സ് എ ഡിഫറൻസ്. ഇന്ന് രാത്രി വചനം ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ നിയോഗത്തിനനുസരിച്ച് പ്രസംഗിക്കുന്നത്. എന്നെ എല്ലാ പ്രസംഗവും ബേസിക്കലി ഇറ്റ് ഈസ് അഡ്രസ്ഡ് ടു ദ സ്പീക്കർ. Then only it comes to the listeners. എല്ലാ ആര് പ്രസംഗിച്ചാൽ ആദ്യ പ്രസംഗകനാണ്. അപ്പോൾ ശ്രദ്ധിക്കാം ഈ 2 സംഭവം. എന്റെ ടോപ്പിക് ഇതാണ്, ദ ഹിസ്റ്റോറിക്കൽ കണക്ടിവിറ്റി ഓഫ് സാൽവേഷൻ. ദൈവത്തിന്റെ രക്ഷാവൃത്തിയുടെ കണക്ടിവിറ്റി എന്താണെന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധമാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ടെക്സ്റ്റ് വിഭജിക്കുമ്പോൾ നിങ്ങൾ ചിലർക്ക് പരിശുദ്ധാത്മാവ് മറുപടി തരും. എന്റെ വിഷയങ്ങൾക്ക് മറുപടി തരും. നമുക്ക് വർഷങ്ങളായിട്ട് മറുപടി കാണാൻ സാധിക്കാത്ത ചില വിഷയങ്ങളുടെ മറുപടി ഇന്നത്തെ ടെസ്റ്റിലുണ്ടെന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, God is going to resolve the unresolved issues. നമ്മൾ എത്ര ചിന്തിച്ചിട്ടും ഉപയോഗിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മനസ്സിലാക്കാൻ സാധിക്കാത്ത ചില മിസ്റ്ററീസിന്റെ അപ്പോൾ today the Spirit of God is going to unveil the mysteries that has become a riddle for us. വിശ്വസിക്കുന്നുണ്ടോ പാസ്റ്റർ? വിശ്വസിക്കണം. നോക്കി, ഫറവോൻ ഈ കാര്യം കേട്ടാറ് മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു. മോശ ഫറവോന്റെ സ്ഥലം ഓടിപ്പോയി. ഞാൻ സംഭവം മാത്രം പറഞ്ഞു. ജീവനെ പറ്റിയും മരണത്തെ പറ്റിയും ഡീൽ ചെയ്ത ഒരൊറ്റ സങ്കീർത്തത്തിന്റെ പേരുമാണ് ലൈഫ് അണ്ടർ. 90 സങ്കീർത്തനം. അത് കത്തോലിക്കനും വായിക്കും, ചർച്ചക്കോടുകാരനും വായിക്കും, ഏജിക്കാരനും വായിക്കും. വേറെ സങ്കീർത്തനമില്ല. ദാറ്റ് ഈസ് ദ ഓൺലി സാംസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ ക്വസ്റ്റ്യൻ ഓഫ് ലൈഫ് അണ്ടർ. അതിന് ഏത് ക്രിസ്ത്യാനിറ്റി സങ്കീർത്തനം വായിക്കും. അതിനകത്ത് who is the author? Moses is the author. Tell me, what is the lifespan that is recorded by Moses in that psalm? 60, 70 ഏറെയായാൽ that Psalm doesn't sanction age 81. ഏറെ എക്സ്ട്രീം ഏജ് എന്നാണ് 80. ആരെഴുതി? മോശ എഴുതി. സത്യം ജീവിതത്തെ ഒരു രാജകൊട്ടാരത്തിൽ 34 വർഷം താമസിച്ച് അല്ലെ, ജനങ്ങളുമായിട്ട് ഇടപഴകി, അന്നത്തെ ഈജിപ്ഷ്യൻ ട്രെയിനിങ് കിട്ടിയ ദ ഹയസ്റ്റ് ഡിപ്ലോമാറ്റ് ഇൻ ദ ഹോൾ ഹിസ്റ്ററി, ദ ഹയസ്റ്റ് മാൻ ഹു ഗോട്ട് ഓൾ മിലിറ്ററി. അത് സാധാരണക്കാരനത്.
ഫറവോന്റെ കോണ്ടിനെന്റിൽ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം, ഏറ്റവും ഉന്നതമായ ഫുഡ് എല്ലാം ലഭിച്ച മനുഷ്യൻ എഴുതി ദിസ് ഈസ് ദ മാക്സിമം സ്പാൻ ഓഫ് ലൈഫ്. വാട്ട് ഇസ് ദ സ്പാൻ? ഏറെയായ 2 അത് എക്സ്ട്രീം സേവൻ എക്സെപ്ഷൻ. എന്ന് പറഞ്ഞാൽ മോശയുടെ കോൺസെപ്റ്റിൽ ഒരു മനുഷ്യൻ മരിക്കുന്ന പ്രായം പറഞ്ഞു മാക്സിമം ഏജ് അത് എഴുതിയ മോശയോട് പറഞ്ഞു, മോനെ വാട്ട് യു റിട്ടൺ ഈസ് നോട്ട് കറക്റ്റ്. ഈ സങ്കീർത്തന്റെ എഴുത്തുകാരന്റെ വഴി 80ാമത്തെ വയസ്സൊക്കെ ഒരു എക്സ്ട്രീം ഹയസ്റ്റ് ഓപ്ഷനാണ്. പക്ഷെങ്കിൽ ആ എഴുതിയ മോശയോട് പറഞ്ഞു, ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് യുവർ മിനിസ്ട്രി അറ്റ് ദ ഏജ് ഓഫ് 8. സ്തോത്രം പറഞ്ഞു. മനുഷ്യന്റെ ആയുസ് 80 കൊണ്ട് തീരുമെന്ന് എഴുതിച്ച മോശയെ കണ്ട് ഒരു ശുശ്രൂഷ തുടങ്ങി. ശ്രദ്ധിക്കണം, ലോകം കണ്ട ഏറ്റവും വലിയ ഡെലിവറൻസ് മിനിസ്ട്രി. ഓ റബാ നഗ. ഇന്ന് രാത്രി സഭയോട് പരിശോധിച്ചു, നോ സിറ്റുവേഷൻ ക്യാൻ എൻഡ് യുവർ ലൈഫ്. No experience can make an abrupt end, provided God is in control of it. മോശെ നീ എത്ര എഴുതി വെച്ചാലും വ്യാഖ്യാനിച്ചാലും നിന്റെ ഹയസ്റ്റ് കോൺസെപ്റ്റിൽ at the age of 80 human life is going to be extinct. പക്ഷെങ്കിൽ if I am the owner of the life, if I am the giver of the life, if I am the imparter of life, when I decide, that is going to be full. നീ എഴുതിയ സംഖ്യ നിന്നെ കൊണ്ട് ഞാൻ മാറ്റിയിരിക്കും. നിന്റെ 81ാമത് നിന്റെ ശുശ്രൂഷ തുടങ്ങി. Not less than 20 lakhs according to the altar. 20 അതിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ഡെലിവറൻസ് ഉള്ള the greatest exodus in the human history, the exodus that happened during the time of Moses. Can you follow me? വളരെ കഷ്ടപ്പെട്ട ഇംഗ്ലീഷ് പറയുന്നത്. ചോദ്യങ്ങളൊക്കെ ചോദിക്കും. 20 ലക്ഷം പേരുടെ ക്യാപ്റ്റിവിറ്റി മോളെ 430 years. ഒരു മനുഷ്യൻ ശ്രദ്ധിക്കുന്ന പാസ്റ്റർ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ശ്രദ്ധിക്കുക, ഒരു മനുഷ്യൻ വളരെ ഓരോ പോയിന്റ് മനസ്സിലുണ്ട്. When a single person committed to the obedience of God, God has reversed the destiny of 20 lakhs of people. 20 ലക്ഷം പേരുടെ ഭാവിയെ റിവേഴ്സ് ചെയ്യാൻ ട്രവേഴ്സ് ചെയ്യാൻ ഒരൊറ്റ മനുഷ്യന്റെ തീരുമാനം മതി. God can make a single church to reverse the history of a nation. That is the history of New Testament. When you study all the New Testament churches, every single church that is mentioned in the page of New Testament, they are the churches that touch the boundaries and cities. എടുത്തു നോക്കിയേ, കൊലോസിയിലെ ഗലാത്യയിലെ പറഞ്ഞു, കൊരിന്തിലെ സഭ, തെസ്സലോനിക്കയിലെ സഭ, റോമിലെ സഭ, പിന്നെ ന്യൂ ടെസ്റ്റ്മെന്റിൽ പറയുന്ന മുഴുവൻ സഭകളും പട്ടണങ്ങളെ സ്പർശിക്കുന്ന സഭയാണ്. പട്ടണങ്ങളുടെ അന്ധകാരങ്ങളെ പൊട്ടിക്കുന്ന സഭയാണ്. സ്തോത്രം. അന്നത്തെ ഓൾഡ് വേൾഡിലെ 7 wonders ആണ്. അർത്തമീസ് ഡയാന ദേവിയുടെ one of the wonders, 7. The temple of Diana is known as one of the 7 wonders, old wonders of the world. അങ്ങനെ ഒരു സാമ്രാജ്യത്തിന്റെ ശക്തിയെ, ഡയാനയുടെ ശക്തിയെ പൊട്ടിക്കാൻ അഭിഷക്തനായ പൗലോസിന്റെ കാൽവെപ്പ് മതി. അന്ന് മന്ത്രവാൽ ചുട്ടുകരിക്കപ്പെട്ട മന്ത്രവാൽ 5 lakhs plus എന്നാണ് ജീവനത്തിൽ വരുന്നത്. ഒരു വ്യക്തി മാനസാന്തരം 1000 ജീവിതങ്ങളെ അടിമത്തം കാരണം നമ്മള് ഇരുട്ടിന്റെ കാരാഗ്രഹം, നല്ല സങ്കീർത്തനം, ഇരുട്ടിന്റെ കാരാഗ്രഹം, കാരാഗ്രഹത്തിൽ ക്യാപ്റ്റിവേറ്റ് ചെയ്യപ്പെടേണ്ട ആയിരക്കണക്കിന് ജീവിതങ്ങൾക്ക് റിസോഴ്സ് ആയി തീർന്ന മന്ത്രവാദത്തിന്റെ മുഴുവൻ പുസ്തകങ്ങളും ഇറ്റ് വാസ് ബേൺഡ് അറ്റ് സ്റ്റേക്ക്. വാട്ട് ഇസ് ദ റീസൺ? when the anointing was released. പൗലോസിൽ വ്യാപരിക്കുന്ന അഭിഷേകം റിലീസ് ചെയ്തപ്പോൾ ശ്രദ്ധിക്കണം, ഒരു രാജ്യത്തിന്റെ എഫേസ്യയിലെ മുഴുവൻ ജനങ്ങളെ തമസ്കരിക്കാൻ കഴിവുള്ള ക്യാപ്റ്റിവിറ്റിയുടെ ബോണ്ടേജ് പൊട്ടിച്ചെങ്കിൽ സ്തോത്രം, ഇന്ന് രാത്രികാലം one church is more than enough. You study the story of David and Goliath. ഒരു മനുഷ്യൻ he is challenging the whole nation for decades. അവന്റെ പേര് കേട്ടാൽ ദാവീദിന്റെ മുഴുവൻ സഹോദരൻ മിലിറ്ററിയിലാണ്. അവന്റെ ഉപ്പാമാര്, അമ്മാച്ചമാര്, except him, every single person he is related to the family is serving in the military. രാജാവിന്റെ ഏപ്പാട് മുട്ട് വരയ്ക്കും, നരിയാണി വരയ്ക്കും, ഗോലിയാന്ന് പറഞ്ഞ പേര് ബോർഡ് എഴുതി കാണിച്ചാൽ. ഇന്ന് രാവിലെ എന്നെ പരിശുദ്ധം വായിച്ചിട്ട് 1 ശമൂവേൽ 17-ാം അധ്യായമുണ്ടല്ലോ, അറിയാമല്ലോ ദാവീദിനെ. ഇപ്പൊ വായിക്കാൻ ടെസ്റ്റ് എടുക്കരുത്, ജസ്റ്റ് കേട്ടോ ഒരു സംഭവം വചന വെളിപ്പാട് ഞാൻ പറയാം സഭയ്ക്ക് വേണ്ടി. സിസ്റ്ററെ യുക്തമായിട്ട് ആകെ ആടിനെ വെക്കാനാണ്. അന്ന് ആകെ പറഞ്ഞു മനസ്സിലുണ്ട് ആടിന്റെ ശബ്ദം. ആടിന്റെ ശബ്ദം ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ബിക്കം ലെജിബിൾ. തിരിയത്തില്ല, ബബ്ബ അടിക്കുക. ഒരു മെരുക്കമില്ലാത്ത മൃഗമാണ് ആട്.
It's very difficult to tame and mentor the sheep. മിലിറ്ററി എന്ന് പറഞ്ഞാൽ കണ്ട് സഹോദരന്മാരുടെ മിലിറ്ററി വസ്തു യൂണിഫോം കണ്ടിട്ടുണ്ട്, ബിക്കോസ് ദേ ആർ സർവിംഗ് ദ മിലിറ്ററി. ഒരു പോയിന്റ് ശ്രദ്ധിച്ചു. ഈ വെല്ലുവിളി ഇടയനായ ദാവീദിന്റെ ചെവിയിലേക്ക് വന്നപ്പോൾ ഞാൻ വായിക്കുന്നു, ഒരു തോടിന്റെ അരികിലാണ് ഇതിന്റെ സംഭവം. ഹൗ മെനി സ്റ്റോൺസ് ആർ ബൈക്ക്? 5 കല്ലെടുത്ത് സാംസൺ പറഞ്ഞു. ഞാൻ പറഞ്ഞു 4 പ്രധാന ലെവൽ പറയാം. The stones, the pebbles were kept near the brook. തോടിന്റെ കരയിൽ കിടക്കുവായിരുന്നു അബ്രഹാം. അപ്പോൾ 5 ഫേസ്. ഫസ്റ്റ് ഫേസ്, the pebbles were kept found near the brook. തോട്ടിൻകരയിൽ തോട്ടിൻകരയിൽ കിടന്ന 5 കല്ല്. അതേ ബ്രദറെ ഇപ്പൊ ഇവിടെ വന്നു, ദാവീദിന്റെ കൈവെള്ളയിൽ വന്നു. കൈവെള്ളക്ക് എന്താ ഇംഗ്ലീഷ്? മെന്റിയോ അല്ലേ? സോറി, എല്ലാ ഭാഷ തന്നെ പറഞ്ഞു. കൈവെള്ളയിൽ വന്നു ബ്രദർ. അപ്പൊ രണ്ടാമത്തെ ലെവൽ on the palm. Now the pebbles are on the palm. So from the palm, the stones are moved to his shepherd bag. ഇടയസഞ്ചി പൊക്കണമെന്നൊക്കെ ബാഗ്, ഷെപ്പേർഡ് ബാഗ്. എന്റെ ഇടയും ബാഗ് നിങ്ങളുടെ വാനിറ്റി ബാഗ് വേണമെങ്കിൽ നമ്മുടെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ബാഗ് പോലെ ഒരു ഷെപ്പേർഡ് ബാഗ്. മൂന്നാമത്തെ പൊസിഷൻ പറഞ്ഞേ. ഫസ്റ്റ് പൊസിഷൻ, the stones were found near the shore of the brook. Second, on his palm. Third one പറഞ്ഞ മോനെ അന്ന പറഞ്ഞ് just move to shepherd. ഇത് ഈ 3 ഫേസിലും 5 കല്ല. തറയെ കിടന്നപ്പോഴും കൈവെള്ളയിൽ വന്നപ്പോഴും ബാഗ് വന്നപ്പോൾ 5 കല്ല. ഓരോ പോയിന്റ്. നാലാമത്തെ പൊസിഷൻ, ഔട്ട് ഓഫ് ദ 5 stones he picked 1 stone. 4 കിടപ്പുണ്ട്, സഞ്ചി കിടപ്പുണ്ട്. 1 stone has been taken again to the. നാലാമത്തെ ശ്രദ്ധിക്കണേ, അതിന് പോകുന്നില്ല, തിയോളജിക്കൽ അർത്ഥമുള്ള. 5ാമത്തെ സ്റ്റെപ്പ് പറഞ്ഞ സിസ്റ്ററെ, it was kept on the sling. കവണയെ വെച്ച് ഒറ്റാൽ. ഇനി പറഞ്ഞു നിങ്ങൾക്കറിയാവുന്ന. ഒന്നാമത്തെ ബ്രൂക്ക്, പാമ്, ഷെപ്പേർഡ് ബാഗ്, എഗൈൻ ഉണ്ട്. ഈ 4 പൊസിഷനിൽ who is in control of the stone? സ്ലിങ്ങിൽ വിടാ 4 ഡേവിഡിലെ കുഞ്ഞെടുക്ക്, ഡേവിഡിലെ ബാഗിലെടുക്ക്. സിസ്റ്ററെ 4 സ്റ്റേജിലും ഡേവിഡ് ഈസ് ഇൻ കൺട്രോൾ ഓഫ് ദ 5 സ്റ്റോൺ. On the 5th stage, he kept one of the stones on the sling. Until he placed the stone on the sling is under his control. But the next moment, he released the sling. When he released the sling, what happened, Pastor? The stone reached the forehead of the Philistine ഗോലിയാത്തിന്റെ നെറ്റിക്ക്. മനസ്സിലാകുന്നുണ്ടോ? 5ാമത്തെ സ്റ്റേജിൽ ഡേവിഡ് ലൂസസ് കൺട്രോൾ. And the control is now under the sovereignty of the Holy Spirit. ഞാൻ എന്റെ വലിയ സബ്ജക്റ്റ് ആണ്, മാത്സ് പുസ്തകം വായിച്ചാൽ. ഈ ഗോലിയാത്തിന്റെ ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ ഒരു കണക്ടിവിറ്റി. അതൊക്കെ പറഞ്ഞാൽ ഒരാഴ്ച ഇരിക്കണം. എന്തിനു സമയം ഞാൻ വരാം, നിങ്ങൾ വന്നാൽ മതി, അത് വീട്ടിൽ വന്ന് ഞാൻ പഠിപ്പിക്കും. ആ ടെസ്റ്റ് പഠിക്കുമ്പോൾ the space where that stone hit, ചെറിയൊരു സ്ഥലം, ആ ഒരു സ്പേസ് ഒഴിച്ച് ബാക്കി every ounce of space, every inch of space was covered by the bullet through. അതായത് മുഴുവൻ പടച്ചട്ടയാണ്, ആർമർ ധരിച്ചിരിക്കുന്നത്. അവിടെ ഒരു പോയിന്റ് ഉണ്ട്, a stone space was kept uncovered. ഒരു സ്തോത്രം പറഞ്ഞു. ദൈവത്തിനൊരു രാജ്യത്തിന്റെ മലനിൽ വീഴ്ത്താൻ ഒരു സ്റ്റോൺസ്, ഒരു കൊച്ചു കല്ലിന്റെ സ്പേസ്, യു ജസ്റ്റ് ഇമാജിൻ, ഇത്രയും സ്പേസേ ഉള്ളൂ. 10, 40, 50 വർഷമായിട്ട് ഒരു രാജ്യത്തിന്റെ സ്വസ്ഥതയെ കെടുത്തുന്ന, ഒരു തലമുറയുടെ വാഗ്ദത്തങ്ങളെ അപഹരിക്കുന്ന ഒരു മനുഷ്യനെ വീഴ്ത്താൻ ദൈവത്തിനൊരു തം സ്പേസ് മതി. ദാവീദിനെ കവണിക്കുന്നതിൽ പരിചയമൊന്നുമില്ല. But once David loses the control over the string, the stone that is released from the string is going to reach the target point. അത് ദാവീദിന്റെ ഉന്നത്തിന്റെ പ്രശ്നമല്ല, ആ കല്ലിനെ നീതിക്കുന്ന ദൈവത്തിന്റെ ആത്മശക്തിയാണ്. സ്തോത്രം. ഇന്ന് രാത്രികാലം, when you lose control over your life, God is going to use you extensively for hitting the targets that are not touched by anything. നിങ്ങളുടെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ സ്തോത്രം, ഈ ദേശത്ത് ആരുടെയും ദൃഷ്ടിയിൽപ്പെടാത്ത ചില ടാർജറ്റുകളെ ഫോക്കസ് ചെയ്യാനായിട്ട് ജീവിതത്തിന്റെ കൺട്രോൾ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. സ്തോത്രം. When you are prepared to lose your control over your life, സ്തോത്രം, നിങ്ങളുടെ തീരുമാനങ്ങൾക്കപ്പുറത്ത്, നിങ്ങളുടെ ഇംഗിതങ്ങൾക്കപ്പുറത്ത്
ജീവിതത്തിന്റെ കൺട്രോൾ, ശുശ്രൂഷയുടെ കൺട്രോൾ പരിശുദ്ധാത്മാവിന് കൈമാറാമെങ്കിൽ യു ആർ ഗോയിങ് ടു ഹിറ്റ് ദ ടാർഗറ്റ്. ഒത്തിരി പേര്, ഒത്തിരി യുദ്ധങ്ങൾ, ശൗൽ രാജാവ്, അതിനു മുമ്പുള്ള രാജാക്കന്മാർ, അതിനു മുമ്പുള്ള പടനായകന്മാർ, ഒത്തിരി പേര് പരാജയപ്പെട്ട് തോറ്റ് തുന്നം പാടിയ മേഖലയിൽ ഒരു 17 വയസ്സുകാരനെ ഉപയോഗിക്കാൻ the most untamed person, the most untrained person, അവൻ യുദ്ധത്തിന്റെ സ്പെല്ലിംഗ് അറിയില്ല. Do you believe? When faith is seeing the invisible and doing the impossible. What definition? കാണാത്തത് വിശ്വസിക്കുകയും കാണാത്തത് കാണുകയും അസാധ്യമാവിച്ച്, അതാണ് ഫെയ്ത്ത്. ഇവിടെ നോഹയോട് പറഞ്ഞു അല്ലേ, യു മേക്ക് എൻ ആർക്ക്. അന്ന് മഴയില്ല, മഴയില്ലാത്തതുകൊണ്ടൊന്നുമില്ല, വെള്ളമില്ല. വെള്ളമില്ലാത്തതുകൊണ്ട് വെള്ളപ്പൊക്കം വരും. വെള്ളപ്പൊക്കം ഇല്ലാത്തതുകൊണ്ട് വെള്ളത്തിന്റെ ആവശ്യം. പിന്നെ വെള്ളമായിട്ട് വെള്ളപ്പൊക്കം ശ്രദ്ധിക്കേണ്ട വിഷയം. Tell me how many years Noah preached? ഇപ്പൊ ഞാൻ അല്ലേ ഈ പ്രസംഗം അടുത്ത ആഴ്ച പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് പ്രസംഗിക്കുന്നത് തന്നെ പോറിയാം. ദേവാത്മാ പുതിയ വെളിപ്പാട് തരുമെങ്കിൽ മോനെ, how many? Noah preached for 100 years. At the age of 500 he started preaching, and at the age of 600 promise fulfilled. At the age of 600 the deluge happened. അതാ വെള്ളപ്പൊക്കം വരുന്നത്. How many days the rain was continuing? 40 days. മോനെ 40 ദിവസം പെയ്ത വെള്ളം 150 5 മാസം കൊണ്ടാണ് ഇറങ്ങിയത്. അറിയത്തില്ല സംഭവം. ഉൽപ്പത്തി പുസ്തകം 1-8 വരെ വായിച്ചാൽ, 3-4 വായിച്ചാൽ. Tell me, what was the highest pinnacle where the earth reached? അന്ന് ലോകത്തിലെ ഏറ്റവും ഉയർന്ന വെള്ളം, ഇത്രയും ഡിസ്കവേർഡ് വേൾഡ് ഇത്രയും രാജ്യങ്ങളിൽ കണ്ടുപിടിക്കപ്പെട്ടു. നോഗയുടെ പെട്ടത്തിന്റെ സ്പേസ് കഴിക്കും. നോഗയുടെ പെട്ടത്തിന്റെ ലെങ്ത് മോനെ 450 feet, 450 അടി, ഹൈറ്റ് 45 feet, വിഡ്ത്ത് 75 അടി. എന്താ പറയാം, ലെങ്ത് 450 feet, ഹൈറ്റ് 45 feet. ഇത് എത്ര കാണും? 20 കാണുമായിരിക്കും. ഇതിനേക്കാൾ പിന്നെ ഒരു 15. എന്നാൽ ഹൈറ്റാ 20 കാണുമായിരിക്കും. 25 കാണും. ഇതിനേക്കാൾ 20, 45. വിഡ്ത്ത് 75. ഇത് എത്ര കാണും? ഒരു 25 അടി. ഇതിന്റെ 3 4 എല്ലാം കൂടെ കുടിക്കുമ്പോൾ ക്യൂബിക് 15,15,750. ഇത് കുടിച്ചാൽ മതി. 450 into 75 into 45. കൃത്യം നമ്പർ ആണ് ക്യൂബിക് ഫീറ്റ്. ദാറ്റ് വാസ് ദ ഇന്നർ സ്പേസ് ഓഫ് Noah. എത്രയാണ് പറഞ്ഞ ദിവസത്തെ? 15,15,750 കുടിച്ചു നോക്കിയാൽ അത്രയാണ്. അത് കണക്ക് വെച്ചത് ഓൾഡ് ടെസ്റ്റ്മെന്റ് തിയോളജി പറയുന്നത്, പക്ഷേ ദ സ്പേസ് കുഡ് ഹാവ് അക്കോമഡേറ്റഡ് നോട്ട് ലെസ് ദാൻ 9,500. 150 ക്യൂബിക് രൂപ മാക്സിമം കൊടുത്തില്ലേ. അതൊന്നും വേണ്ട, കിടക്കണമല്ലോ. 5 മാസം പെട്ടെന്ന് അതിൽ ഒരു വ്യക്തിക്ക് നിവരാൻ സമയം വേണം, കിടക്കാൻ സ്ഥലം വേണം. ഇത്രയും പേര് 8 പേരില്ലേ? 8 പേർക്കല്ല, ഒരാൾക്ക് 150 ക്യൂബിക് ഫീറ്റ് വെച്ച് കണക്ക് കൂട്ടിയപ്പോൾ 9,500-നും 9,500 കൂടി 9,500 പേർക്കുള്ള സ്പേസ് പറ്റത്തുള്ളൂ. ശ്രദ്ധിക്കണം. ഈ വെള്ളപ്പൊക്കം ഒരു ബുധനാഴ്ചയാണ് സങ്കല്പിച്ചു എന്ന് വേണം. ഒന്ന് ബുധനാഴ്ച, ആഴ്ച ഒരു ദിവസം മോനെ. അന്ന് ഏകദേശം 10,000 പേര്. 10,000 ഒരു കുടുംബത്തിൽ 5 പേര്. എത്ര കുടുംബമുണ്ട്? 1000 കുടുംബം. നോട്ട് ലെസ് ദാൻ 1000 ഫാമിലീസ് ഇൻ ഹോൾ ഡിസ്കവേർഡ്. ഏതെങ്കിലും കുടുംബത്തിൽ കുഞ്ഞുണ്ടാകും. 1000 പേര് എത്ര കുഞ്ഞുങ്ങളുണ്ടാവും? ഒരു 10 കുഞ്ഞുങ്ങളുണ്ട്. വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ആ പ്രഭാവത്തിൽ ഒരു ബുധനാഴ്ചയാണ് സങ്കല്പിക്കുക. ജസ്റ്റ് ഇമാജിൻ. അന്ന് പിറന്നു വീണ ചോര കുഞ്ഞിനും നോഗയുടെ പട്ടണത്തിൽ സ്പേസും. The yard can contain not less than 9,500 people. That doesn't mean that every single person who are born on the face of the will be accommodated. ഞാൻ രാവിലെ അതാ പ്രസംഗിച്ചേ. ഒന്നിന്റെ കാര്യം 1 out of 100. 3 സ്ഥലത്ത് പ്രസംഗിക്കാം, തീർന്നില്ല. 3 സെഷനായിട്ട് പ്രസംഗിച്ച. ഒന്നിന്റെ 100, ഒരു നാട്, ഒരു ദ്രഹ്മ, പിന്നെന്തായിരുന്നു ഒരു മകൻ, ഒന്നിന്റെ നഷ്ടത്തെ പറ്റിയ പ്രസംഗം. 3 ദിവസമായിട്ട് തീർന്നില്ല. ഇത്ര സബ്ജക്ട് എല്ലാവരും. ദൈവത്തിന്റെ പ്രധാനപ്പെട്ട കാറ്റഗറിയാണ് ഒന്ന്. 1 ഈസ് വെരി സ്പെഷ്യൽ. യോഹന്നാൻ 3:16 പറഞ്ഞു, തന്റെ ഏകജാതൻ, 3 മക്കൾ ഒരാള്. When God wanted to redeem he paid the one and only son. അവൻ അയക്കാൻ അവന്റെ ഒറ്റയാത്മാ, അതാണ് പരിശുദ്ധാത്മാവ്. അത് ആ സബ്ജക്റ്റിന് എടുക്കുന്നത് നമ്മുടെ വിഷയം വേറെ. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, the price that is paid by God is a heavy price. ആണ്
Grace is not a cheap grace, it is a costly grace. സ്തോത്രം. ഞാൻ ടെസ്റ്റിലേക്ക് വരാം, നമുക്ക് സമയമില്ലോ. സമയമായി. സ്തോത്രം. പ്രധാന ഹൈലൈറ്റ്സ് മാത്രം പറയും. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു മനുഷ്യൻ ദൈവത്തിന്റെ വിളിയോട് പ്രതികരിച്ചപ്പോൾ എത്ര 20 ലക്ഷം പേരുടെ ക്യാപ്റ്റിവിറ്റി പൊട്ടിയെങ്കിൽ ഒരു സഭ പ്രതികരിച്ചാൽ വാട്ട് ഈസ് ഗോയിങ് ടു ബി ദി എക്സ്റ്റെന്റ് ഓഫ് ഗോഡ്സ് ഡെലിവറി? ഒരു കുടുംബത്തിലെ അല്ലെ അപ്പനും അമ്മയും മക്കളും പ്രതികരിച്ചാൽ, കേസ് ഓഫ് നോഹ ആൻഡ് സാം. നിങ്ങൾ നോക്കുകയും നോഹ, there is no compulsion that he could believe, he should believe. 9500 പേര് അവിശ്വസിച്ചല്ലോ. നോഹയുടെ ആ ഒരു 1000 കുടുംബം, 999 കുടുംബം അവിശ്വസിച്ചു. They did not believe. നമ്മൾ പ്രസംഗിച്ചാൽ നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുക. ഡു വി ബിലീവ് വാട്ട് വി പ്രീച്ച് ആൻഡ് വാട്ട് വി പ്രേ? എല്ലാം വിശ്വസിക്കുന്നു. അതുകൊണ്ട് വിശ്വസിച്ച് നിർബന്ധമില്ല. ഞാൻ ചോദിക്കും, he preached agree, but if he was not prepared to believe what was professed by his mouth, tell me what would have been the situation? സിസ്റ്റർ പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞു, നോഹ പ്രസംഗിച്ച കാര്യം നോഹ വിശ്വസിച്ചില്ലായിരുന്നു. എന്താ പ്രസംഗിച്ച? വെള്ളപ്പൊക്കം. അതിനുവേണ്ടി എല്ലാം വെള്ളം പെട്ടകം ഉണ്ടാകും. ആ പെട്ടകത്തിൽ കയറാൻ നോഹയ്ക്ക് മനസ്സില്ലായിരുന്നു. എന്ത് സംഭവിച്ചത്? പറഞ്ഞു വയ്ക്കൂ. That would have been the termination of the whole human race. പിന്നെ ഭൂമിയിൽ മനുഷ്യല്ല. കാര്യം that is the end of the world. Okay, imagine this beard. പിന്നെ ഈ ലോകത്തിനാകുമ്പോൾ we cannot imagine what would have been the situation. ഒരു മനുഷ്യന്റെ അതിന് പറയും 3 വാക്ക്. ഒന്ന്, നോഹ ബിലീവ്ഡ് ഡിഫറently. 2, നോഹ ബിഹേവ്ഡ് ഡിഫറently. 3, നോഹ റെസ്പോണ്ടഡ്. 3 വാക്ക്. ഈ വാക്കുകൾ കുറിക്കുന്ന 1, 9500 പേര് വിശ്വസിച്ച് വ്യത്യസ്തമാണ്. അവൻ വിശ്വസിച്ചു. 9000 പേര് പെരുമാറുന്ന വ്യത്യസ്തമാണ്. അവൻ പെരുമാറി. 9500 പ്രതികരിക്കുന്ന വ്യത്യസ്തമായിട്ട് അവൻ പ്രതികരിച്ചു. ഇന്ന് രാത്രി സഭയോടെ എന്റെ അറിവിൽ 24 സഭയുണ്ട് മാഞ്ചസ്റ്ററിൽ. എന്തൊക്കെ സഭ പാസ്റ്റർമാരൊക്കെ പറഞ്ഞു 24. അതിൽ കൂടുതൽ കാണുന്നതായിരിക്കും. 24 എന്റെ സീനിയർ പാസ്റ്റർ നമ്മുടെ അറിവിൽ. മലയാളം ചർച്ച 24 മലയാളം ചർച്ച നിങ്ങളുടെ മാഞ്ചസ്റ്ററിൽ ഒരു സഭയെ കൊണ്ട് പരിശുദ്ധാത്മാവ് ചെയ്യാൻ സാധിക്കും. ഒരു സഭയിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടാൽ പോരാ. ജെറുസലേം ദേവാലയത്തിൽ ഒരൊറ്റ മനുഷ്യൻ കാത്തിരിക്കുക. His name is Simeon. He is the senior most of the Old New Testament fellow. അവനെ കൊണ്ട് പ്രോമിസ് ഫുൾഫിൽ, because he was prepared to wait until the promise fulfillment is happening. 10-20 വർഷം ആലയത്തിൽ പാർത്തുന്നാണ് തിയോളജിസ്റ്റ് പറയുന്നത്. ദൈവത്തിന്റെ മഷിയെ കണ്ടിട്ട് നീ മരിക്കത്തുള്ളൂ. അവിടെ ബാക്കിയുണ്ട്, അക്കോർഡിംഗ് ടു ഇൻറ്റ്യൂഷൻ ഹി റീച്ച്ഡ് ദ ടെമ്പിൾ. അവൻ ആത്മ നിയോഗത്താൽ പള്ളിയിൽ പോയി. വിഷയം മനസ്സിലാവും. ഒരു ന്യൂ ടെസ്റ്റ്മെന്റിലെ ഏറ്റവും പ്രായമുള്ള വ്യക്തിയാണ് ശിമോൻ. ശിമോന്റെ അപ്പന്റെ പേര് ഗമാലി. ഗമാലിന്റെ അപ്പന്റെ പേര് ഹില്ലെ. ഹില്ലന്റെ മകന്റെ പേര് പറഞ്ഞു ബ്രിട്ടീഷ്. ഹില്ലന്റെ മകനാരാണ്? ഗമാലി. ഗമാലിന്റെ മകനാരാണ്? ശിമോൻ. ശിമോന്റെ മകനാരാണ്? ഹില്ലേലിന്റെ മകൻ ശിമയോൻ. ശിമയോന്റെ മകൻ ഗമാലിയൽ. ഗമാലിന്റെ ശിഷ്യനാരാണ്? ഹില്ലേൽ സ്കൂൾ ഓഫ് തിയോളജി. എത്രയോ പുരോഹിതന്മാർ, എത്രയോ ഉപദേഷ്ടാക്കന്മാർ, ശാസ്ത്രികൾ പരീക്ഷ. പക്ഷെ ഒരൊറ്റ മനുഷ്യൻ കാത്തു. ബിയോണ്ട് ഹിസ് ഏജ്, ബിയോണ്ട് ഹിസ് കപ്പാസിറ്റി, ബിയോണ്ട് ഹിസ് മെഷർ, ഹി വാസ് പ്രിപ്പയർഡ് ടു വെയിറ്റ്. അതാണ് ടാരി. അത് വിഷയം. ആ സബ്ജക്റ്റ് അറിയാം എന്താ വിഷയം എന്ന്. ശിമോൻ സ്ക്രൈബ് ആയിരുന്നു. അന്ന് പ്രിന്റിംഗ് പ്രസ്സിൽ പറഞ്ഞു കൈ ടെസ്റ്റ് മനസ്സിലാക്കും. When scribes were there and scribes used to translate when the scripture was dictated. അവർ മഷി കൊണ്ട് എഴുതും, തുകലിനകത്ത് എഴുതും. ഒരു പള്ളിക്ക് ഒരു പുസ്തകമേ ഉള്ളൂ. അച്ഛൻ വായിക്കുന്നതാണ്, പുരോഹിതൻ വായിക്കുന്ന ഹോൾ ജനങ്ങൾ. അല്ലെ 2 പുസ്തകം, അല്ലെ വീട്ടിലൊന്നും പുസ്തകങ്ങളിൽ. അങ്ങനെ he was being a scribe. Simeon was writing the verses. അങ്ങനെ വന്നപ്പോൾ ഐശയ്യാ പറഞ്ഞു, കന്യാഗർഭിണിയായി virgin will conceive a child and his name shall be. I cannot, because it is against the medical ethics, natural principles, normal human biological principles. അങ്ങനെ ഒരു കാര്യം ഒക്കത്തില്ല. It is impossible to, without the association of a man, no women can become pregnant. He becomes suspicious. He suspected the promise. I will not. അത് കണ്ടിട്ട് നീ മരിക്കത്തുള്ളൂ. That is the promise. ശ്രദ്ധിക്കണം, ഒരു വിഷയം ശ്രദ്ധിക്കണം. Having listened to annunciation, the annunciation, you will not die until you see what is being promised.
നീ എഴുതാൻ പഠിച്ച പ്രോമിസ് ഇല്ലേ, അത് കാണുന്നവരെ നീ ജീവിക്കേണ്ടി വരും. അത്ര ഈസി ഒന്നല്ല പറഞ്ഞത്. 110 നമുക്കറിയാലോ, 90. എന്റെ ഫാദറിന് 93 വയസ്സുണ്ട്. ഞങ്ങളുടെ കഷ്ടപ്പാടില്ല, അദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് നമുക്കറിയാം. അല്ലെ, നമ്മൾ അഫ്ലിക്ഷൻസ് അല്ലേ. 113 ന്യൂ ടെസ്റ്റ്മെന്റിലെ ഏറ്റവും ഹയസ്റ്റ് ഏജ് ആണ്. പേ ദ പ്രൈസ്. ദൈവത്തിന്റെ എക്കണോമിക്സ് സത്യം. നമ്മൾ ഏത് വാക്കുണ്ട് നമ്മൾ പറയാൻ നരകയാണ്. അവൻ വാഗ്ദത്തം കണ്ട് പക്ഷെങ്കിൽ he had to undergo all excruciating pain of it, all the ailments of old age. വാർദ്ധക്യം അത്ര സുഖമല്ല ബ്രദർ. ഇന്നത്തെ പോലെ അഡ്വാൻസ് മെഡിക്കൽ സയൻസ് ഉണ്ടല്ലോ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് നോക്കാനായാലും അതേ തന്നെ ഫാമിലി റെഫറൻസ് ഉണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, he imbibed the promise and he was prepared to wait. ഒരു മനുഷ്യന്റെ കാത്തിരിപ്പ് ശ്രദ്ധിക്കണം, ഒരു തലമുറയുടെ കാത്തിരിപ്പിന് സാഫല്യം വരും. ഒരു സ്തോത്രമൊക്കെ പറഞ്ഞ് ഞാൻ മാഞ്ചസ്റ്റർ പറഞ്ഞപ്പോഴല്ല പ്രസംഗിക്കും, ഞാൻ പ്രസംഗിച്ച വെള്ളിയാണ്. കാത്തിരിക്കാൻ പ്രായം പ്രശ്നമല്ല, കാത്തിരിക്കാൻ തടസ്സം എൻവയൺമെന്റ് പ്രശ്നമല്ല, കാത്തിരിക്കാൻ നെഗറ്റീവ് സെറ്റ്ബാക്സ് പ്രശ്നമല്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ നിയർ ടൈം. ഹി ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ എ ലോങ് സ്പാൻ ഓഫ്, ബട്ട് ദ ഫുൾഫിൽമെന്റ് ഹാസ് നോട്ട് ഹാപ്പൻ. ഒരു കാര്യം ശ്രദ്ധിച്ചേ, സാഫല്യം താമസിച്ചു എന്ന് പറഞ്ഞു, കാത്തിരിപ്പിന്റെ അക്കംപ്ലിഷ്മെന്റ് താമസിച്ചു എന്ന് പറഞ്ഞ് ശിവയോന്റെ കാത്തിരിപ്പ് അവസാനിച്ചില്ല. സ്തോത്രം. ഒരൊറ്റ വിഷയത്തിന് വേണ്ടി സക്കറിയ 55 വർഷമാണ് Lord, give me the privilege to have a son on my boss. This makes sense. നിങ്ങളുടെ ഫീൽഡ് അല്ലേ, മെഡിക്കൽ ഫീൽഡ്. Have you heard in the medical history a woman who is age 73 has given birth to a child? മോനെ ജസ്റ്റിനെ അതിന് മുമ്പ് 73 വയസ്സുള്ള ഒരു സ്ത്രീ പ്രസവിച്ചിട്ടില്ല ലോക ചരിത്രത്തിൽ. 78 വയസ്സുള്ള ഒരു മനുഷ്യൻ ഒരു കുഞ്ഞിന്റെ അപ്പുറം, ഇറ്റ് ഈസ് ഇംപോസിബിൾ. പക്ഷേ he believed at the age of 78 when he was doing ഇൻസെൻസ് അറിയില്ല, ഞങ്ങൾ അച്ഛന്മാരുണ്ട് ധൂപം കാറ്റ്, നിങ്ങൾക്ക് പറയില്ല, ഞങ്ങൾ അപ്പുറം ക്ലാസ് ഇട്ടക്കാരി ആരോടെ പള്ളി, ഒത്തിരി പ്രസംഗിച്ച പള്ളി. 78ാമത്തെ വയസ്സിൽ ധൂപം അടയ്ക്കുമ്പോഴും ദൂതം പറഞ്ഞു അല്ലേ, the pendulum of your heart is moving towards God. ഒരു സ്തോത്രം പറഞ്ഞു. എടാ, ജീവിതത്തിൽ ഒരു സാധ്യത, despite all the improbabilities, despite all the struggles, the pendulum of your heart is swinging towards the promise fulfillment. അത് കാണാൻ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഇന്ന് രാത്രി സഭയോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, നിന്റെ ഹൃദയത്തിന്റെ പെൻഡുലത്തിന്റെ ചലനങ്ങൾ, സ്തോത്രം, if it is towards God, God is going to see it and God is going to make it fulfillment. സഭയുടെ സ്പന്ദനങ്ങളെ കാണുന്നതെയും, the God who measures the movements of the church, the God who measures the beats of your heart, the God who listens to the inner sobbings of your heart, he is more than adequate to answer your prayers. പാസ്റ്റർ മറന്നു കാണും, വിശ്വാസികൾ മറന്നു കാണും, ഭർത്താവ് മറന്നു കാണും. ഇതൊക്കെ അവന്റെ ഭാര്യ എന്താ എലിസബത്ത് ഒക്കെ പറഞ്ഞത് എത്ര വർഷമായിരുന്നു. അതെ, നിന്റെ പ്രാർത്ഥന കൊച്ചമ്മ, അച്ഛനും കൊച്ചമ്മയല്ലേ, 20,000 അച്ഛന്മാരാ. ഹീസ് എ സീനിയർ മോസ്റ്റ് ഓഫ് 20,000 പ്രീസ്റ്റ്. മോനെ ഒറ്റപ്പള്ളിയിൽ 20,000 പ്രീസ്റ്റ് ഇൻ 24 days. ആൻഡ് ഹീസ് എ സീനിയർ മോസ്റ്റ്. മഹാപുരത്തിൽ അടുത്ത സീനിയർ മോസ്റ്റ്, സെക്കൻഡ് അസിസ്റ്റന്റ്. How long we are prepared to wait? അവന്റെ വാഗ്ദത്തങ്ങൾ ഉവന്നാണ് നോയനത്. ഇത് കാലഘട്ടങ്ങളൊക്കെ ഇതിനാ സംഭവിച്ചു. മോനെ ജീവിതത്തിന്റെ സാഹചര്യം, it is incongruent. There is not even a single wild chance saying that it is going to be fulfilled. അതിന്റെ അത്രമാത്രം നെഗറ്റീവ് സെറ്റ്ബാക്കിനും the one who has promised that you are going to have a descendant, can you believe the promise and the promise maker? മറക്കരുത്, വാഗ്ദത്തത്തെക്കാൾ വലുതാണ് വാഗ്ദത്തം നൽകിയ ദൈവം. Not the promise but the promise giver. വാഗ്ദത്തം മറക്കാൻ പക്ഷെങ്കിൽ you are not given permission to forget the promise giver, because he doesn't undergo any deflection. He doesn't change according to mood swings. He is the same for yesterday, today and forever. സ്തോത്രം. പോയിന്റ് പറയാം.
രസം എടുക്കാൻ നോക്കി വിഷയം ഞാൻ പറയാം. ഇന്ന് അങ്ങനെ സംസാരിക്കുന്ന ആത്മാവ് നിയോഗം. സബ്ജക്ട് എന്താണ്? ഹിസ്റ്റോറിക്കൽ കണക്ടിവിറ്റി ഓഫ് ഗോഡ് സാൽവേഷൻ. ആ ഒരു വലിയ സബ്ജക്റ്റാണ്, നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. ആഴ്ചകളുടെ സബ്ജക്റ്റ്. ഒരു 2-3 പോയിന്റ്സ് പറഞ്ഞത്. ഫറവോൻ ഈ കാര്യം കേട്ടാറെ മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു. ഏത് കാര്യം നിങ്ങൾക്കറിയാമല്ലോ? ഏത് കാര്യം അറിയാം? സംഭവം അറിയാം? ഫറവോനെ അറിയാം? യെസ്, പറയാം. ആശണ്ട. അതായത് ആദ്യം എന്ത് ചെയ്തു? മോശ ആരെ കൊന്നു? ഒരു മിസ്രൈമിനെ കൊന്നു. രണ്ടാമത്തെ ദിവസം എന്ത് ചെയ്തു? രണ്ടാം പ്രാവശ്യം 2 മിസ്രൈമിനെ കണ്ട, സോറി, എബ്രായരെ. അപ്പൊ ഹി വാണ്ട്സ് ടു റെക്കൺസൈൽ ദി ഇഷ്യൂ. അപ്പൊ നിന്നെ ആരാണെന്ന് ഓർമ്മയില്ലേ? ഞങ്ങൾ അധിപതിയാണ്. സോ ദേ ഡിഡ് നോട്ട് ആക്സെപ്റ്റ് ദിസ് ലീഡർഷിപ്പ്. അപ്പൊ അവൻ മനസ്സിലായ ഇവിടുത്തെ മറ്റേ കൊന്ന് മണ്ണിൽ മറയും. ഹി തോട്ട്, സത്യം അതിനകത്ത് ഒത്തിരി വിഷയമുണ്ട്. ഹി തോട്ട് ദാറ്റ് ഇറ്റ് ഈസ് ബീൻ കൺസീവ്. ആരും അറിഞ്ഞില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ആരും അറിഞ്ഞില്ലെന്ന് നമ്മൾ പറയുന്ന കാര്യം ദൈവം അറിഞ്ഞു. ചില പ്രധാനപ്പെട്ട കണക്ടിവിറ്റി സമയം നിങ്ങൾക്ക് ഇത്ര 6:15 വരെ ഇരിക്കാം. ഇത്ര വരെ ശ്രദ്ധിക്കണം. വലിയ വിഷയമാണ് പറയാം. എക്സ്പോസ് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും സ്കൂളിലെങ്കിലും പ്രസംഗിച്ചു തരാം. ശ്രദ്ധിച്ചു. His intention is correct. He wants to settle the issue. കാര്യം അവിടെ 2 വിഷയമുണ്ട്. He is in the palace for the last 34 years. 6 വർഷം അമ്മയുടെ മടുത്തില്ല. അതാണ് ലാപ്പിൻ എഡ്യൂക്കേഷൻ. ലാപ്ടോപ്പ് എന്ന് പറയും ലാപ്പിൻ എഡ്യൂക്കേഷൻ. ഇന്നത്തെ ഏറ്റവും വലിയ വർഷം വി ആർ ആഫ്റ്റർ ലാപ്ടോപ്പ്, വി ആർ നെവർ ആഫ്റ്റർ ലാപ്പിൻ. മടിയിലിരുത്തി വളർത്തുന്ന കുഞ്ഞുങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ 7-ാം വയസ്സിലാണ് പോകുന്നത്. 6 വയസ്സിന് അമ്മയുടെ യഹോവയുടെ മടിയിൽ. സാംസൺ പാസ്റ്റർ, എബ്രഹാം പാസ്റ്റർ ഫറവോന്റെ കൊട്ടാരത്തിൽ പോയി എത്ര സങ്കീർത്തനം പഠിച്ചു? അവിടെ എത്ര ഓൾഡ് ടെസ്റ്റ്മെന്റ് തിയോളജി, എത്ര ക്രിയേഷൻ തിയോളജി ക്ലാസ് എടുത്തു? ഇസ് ഇറ്റ് പോസിബിൾ? ക്യാൻ ഹി സ്പെൽ ദ നെയിം ഓഫ് യാഹ്വേ ഇൻ ദ രിംബോനം ബാലക? പുറജാതിക്കാരുടെ ദേവന്മാരെ ആരാധിക്കുന്ന കൊട്ടാരമല്ലേ? ഹീസ് കെപ്റ്റ് ഇൻ ദ അല്ലെ കെപ്റ്റ് ആൻഡ് ഗ്രൗണ്ട് ഇൻ ദ കോട്ട്. മനസ്സിലാകാൻ പുറത്ത് നാവ് ഉച്ചരിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഒരു പോയിന്റ് ശ്രദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ ഫറവോന്റെ കൊട്ടാരത്തിൽ 7-ാമത്തെ വയസ്സിന് ശേഷം അല്ലെ, ബാക്കി 40, അപ്പൊ 33, 6 വയസ്സിന് 34 വർഷം ഓൾഡ് ടെസ്റ്റ്മെന്റ് തിയോളജിയോ ന്യായപ്രമാണത്തിന്റെ ഇതൊന്നും അന്നില്ല. ഇതൊന്നും ആരും പഠിച്ചിട്ടില്ല. മോശം പഠിച്ചിട്ടില്ല. പേരൻസ്, നിങ്ങളുടെ പേരൻസാ, യങ് പേരൻസാ. മോശ ആകെ പഠിച്ച് അല്ലെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ അമ്മ പറഞ്ഞു കൊടുത്ത കഥകളാണ്. Who is God? How does the creation happen? What was the reason for captivity? ഇങ്ങനെ കഥകൾ പറഞ്ഞു. ഓറൽ ട്രഡീഷൻസ്. കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ 4 years ആണ് ഇയർ ഓഫ് അപ്രിഹെൻഷൻ ആൻഡ് ഇംബൈബിംഗ്. ഞാൻ മെഡിക്കൽ സയൻസ് പറഞ്ഞല്ലേ, ഗർഭസ്ഥ ശിശു നമ്മുടെ കൈയടിച്ച് പറയുന്ന അന്യഭാഷ പോലും. ഞങ്ങളുടെ ഓർത്തഡോക്സ് വായിച്ചു കാലയുമായിട്ട്, ഞങ്ങളുടെ കാലയുമായിട്ട് ബന്ധപ്പെട്ടു. പിന്നെ പറഞ്ഞ when the child is in the womb, the mother says, ആത്മാവിൽ പ്രാർത്ഥന. ഇത് കുഞ്ഞു കേട്ടോണ്ടിരിക്കും. ആ സമയത്ത് വഴക്കാണെന്ന് അത് കേട്ടോണ്ട കുഞ്ഞു വേണം. പിന്നെ ആ കുഞ്ഞിനെ പറ്റി പ്രതീക്ഷ വേണം. ഞാൻ പറയാൻ ശ്രമിച്ചത് ജോഹേബെദ് knew that the maximum time മുല പിടിക്കാനാണ് കൊടുത്തത്. അത് 6 വയസ്സാ മുല പിടി മീനിങ് ടൈം. 7 നിർത്തും. ഞാൻ പറഞ്ഞ ശ്രമിച്ചു സഹോദരൻ, അമ്മമാരെ ശ്രമിച്ചു. ജോഹേബെദിന് അറിയാം മാക്സിമം 6 വർഷമേ കിട്ടുന്നത്. 6-ാമത്തെ ബർത്ത്ഡേ കേക്ക് ഉണ്ടോ അറിയത്തില്ല. കേക്ക് പിറ്റേ ദിവസം രാവിലെ കൊണ്ടു ദൂതം വന്ന് കൊണ്ടു. Have you heard about a woman who received permanent, നിങ്ങൾ സ്വീകരിക്കുന്നത് പെർമനന്റ് സാലറി on a monthly basis for weaning the child? കേട്ടോ? ലോകത്തിൽ ഏത് സ്വന്തം കുഞ്ഞിനെ മല കൊടുത്ത് വളർത്തിയതിന് അല്ലെ ലോകത്തിൽ ഏതെങ്കിലും ഒരു അമ്മ ശമ്പളം പറ്റിയിട്ടുണ്ടോ? പോസിബിൾ? ഒരൊറ്റ അവിടെ പേരാണ് യോഹന്നാൻ. നിങ്ങൾ ശ്രദ്ധിക്കണം, മോശയുടെ പ്രായത്തിൽ ഹോൾ കോണ്ടിനെന്റിൽ ഒറ്റ പയ്യനേ ഉള്ളൂ. രാജാവിന്റെ കൽപ്പന ഈ എത്ര വയസ്സാ? 2 വയസ്സല്ലേ? മുഴുവൻ കുഞ്ഞുങ്ങളെ കൊല്ലണം. ഒരു ഹോൾ സാമ്രാജ്യത്തിൽ മോശയുടെ പ്രായത്തിൽ ഒരൊറ്റ കുട്ടിയേ ഉള്ളൂ. Every other male child will assassinated, maybe before the birth or after the birth. കാര്യം മിഡ്വൈഫ് അടുത്തില്ല, ശിപ്രായുടെ ഇവിടെ കഥ എടുത്തില്ല. അവർക്ക് ജാതീയ കൽപ്പന ജനിക്കുന്നതിന് മുമ്പേ കൊന്നിരിക്കണം, ഞെക്കിക്കൊന്നിരിക്കണം, പറക്കാൻ അനുവദിക്കണം. ആണോ? ഒരു പോയിന്റ് സബ്ജക്ട് എന്താണ്? ഹിസ്റ്റോറിക്കൽ കണക്ടിവിറ്റി. ചക്രവർത്തിയുടെ കല്ലെ പിളർക്കുന്ന കാലത്ത് the stone will be spelt in a different part. അത്ര ശക്തമായ കല്ല്.
പക്ഷെ ഏത് ചക്രവർത്തി കൽപ്പന പുറപ്പെടുവിച്ചോ അവന്റെ കൊട്ടാരത്തിൽ ദൈവത്തിന്റെ വിമോചന നിയമമാണ്. സ്തോത്രം. അവന് ഞാൻ ചോദിക്കട്ടെ, നൈൽ നദിയുടെ പ്രത്യേകത. നൈൽ നദിയിൽ ഒന്ന്, ലോകത്ത് ഒരു നദിയിൽ തിരമാലയും. നൈൽ റിവർ ഇസ് ദ ഓൺലി റിവർ ഇൻ ദ ഹോൾ വേൾഡ് വിച്ച് ഹാസ് ഗോട്ട് വേവ്സ്. ചരിത്രമായി പറഞ്ഞു, നദി യാത്ര ചെയ്തുണ്ടായി പറഞ്ഞു. രണ്ട്, നൈൽ റിവർ ഈസ് നോൺ ആസ് ദ ബ്രീഡിംഗ് സെന്റർ ഓഫ് ക്രോക്കഡൈൽസ്. ചീങ്കണ്ണി ഇല്ലേ, ചീങ്കണ്ണി മുതലകളുടെ ബ്രീഡിംഗ് സെന്റർ അവന് നൈൽ നദി. രാജാവിന്റെ കൊട്ടാരത്തിന്റെ ബാത്ടബ്, അതേ കുളിമുറിയിലെ സിസ്റ്റർ, ഒരു ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ. ഞാൻ ഇവിടെ സലാലെ പോയിട്ട് നമ്മുടെ ശലോമന്റെ കൊട്ടാരം കാണാം, ക്ഷേമരാജ്യം അവിടെ സൂക്ഷിക്കുന്നുണ്ട്. എന്തോ കുളിമുറിയൊക്കെ അപ്പൊ എണ്ണ ഞാൻ മടുത്ത്. സലാലയിലുണ്ട് മസ്കറ്റ് നമ്പർ, അല്ലെ റിമൈൻസ് ഒക്കെ എത്ര 100 കുളിമുറി. അപ്പൊ ഞാൻ പറയാൻ ശ്രമിച്ചത്, ഫറവോന്റെ പുത്രിയുടെ താമസിക്കുന്ന കൊട്ട അവിടെ ബെഡ്റൂമിനടുത്ത് അറ്റാച്ച് ബാത്റൂം ഇല്ലേ, ബാത്ത് ടബിന്റെ സ്വിമ്മിങ് പൂളിന്റെ സിസ്റ്റർ. അവക്കറിയത്തില്ല അവിടെ രാജ്യത്തിലെ നദിയല്ലേ ചെറുത് ചീങ്കണ്ണുണ്ട്, നമുക്കറിയത്തില്ല. അവിടെ അപ്പം ഭരിക്കുന്ന രാജ്യത്തിൽ കല്ലേ തിരമാലുണ്ട്, നമുക്കറിയത്തില്ല. ഞാൻ ഓട്ടോമെന്റിയോട് വരട്ടെ. അതിന് ശേഷവും അതിന് മുമ്പും ശ്രദ്ധിച്ച് കേൾക്കണം, വചനത്തിന്റെ വെളിപ്പാടാണ്. ഫറവോന്റെ പുത്രി അവിടെ കുളിക്കാൻ വന്നാൽ അവൾ any crocodile can eat her. No women will come to Nile river for a bath. പക്ഷെ ദൈവം പറഞ്ഞാൽ ഫറവോന്റെ പുത്രി കുളക്കടവിൽ വന്നിരിക്കും. ഫറവോന്റെ മകൾ ഈ കുളക്കടവിൽ വന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വിമോചനെ കാണത്തുള്ളൂ. ഒത്തിരി വിഷയങ്ങൾ അതിനകത്തുണ്ട്. ദൈവത്തിന്റെ വിമോചനെ അവൾ കണ്ടെങ്കിൽ മാത്രമേ ഒരു ധാത്രി അന്വേഷിക്കത്തുള്ളൂ. മോശയുടെ സിസ്റ്ററിന്റെ പേര് വേണ്ടേ, മിരിയാം. എത്ര വയസ്സാണ് സീനത്? 10 അല്ലേ? 11 ഭാര്യ 13. അമ്മ പറഞ്ഞു, യോഹൻ മോളെ, യു കീപ് ദ ആർക്ക് ഓഫ് റീഡ് നിയർ ദ റിവർ റൈറ്റ്, യു കം ബാക്ക്. അതാണ് ശ്രദ്ധിക്കുന്നത്. സ്പോക്കൺ വേർഡ്. ഒന്ന് സ്പോക്കൺ വേർഡും ഉണ്ട്, വേർഡ് ഓഫ് ദ ഹാർട്ടും ഉണ്ട്, ഹൃദയത്തിന്റെ ഭാഗം. മോളെ ഈ കുഞ്ഞിനെ കാര്യം വീട്ടിൽ നിൽക്കാനൊക്കത്തില്ല, കുഞ്ഞിന്റെ സൗണ്ടിന്റെ ഫ്രീക്വൻസി മാറും. The child will be found out and will be assassinated. അതുകൊണ്ട് നൈൽ നദിയുടെ തീരത്ത് പെട്ടകം കൊണ്ട് വെച്ചിട്ട് നീ വരാൻ പറഞ്ഞു. ശ്രദ്ധിച്ചോ, അതിന് വെളിപ്പാടാം. 13 വയസ്സുള്ള മിരിയാമല്ലേ, അക്കോർഡിംഗ് ടു ദ സ്പോക്കൺ വേർഡ് ഓഫ് ജോഹേബെദ്, ഷീ ജസ്റ്റ് ഹാവ് ടു പ്ലേസ് ഇറ്റ് ദേർ ആൻഡ് ഷീ കൻ ഈസിലി കം ബാക്ക്. ഇംഗ്ലീഷ് സോൾജേഴ്സ് ആണ്, പ്യൂബർട്ടിയുള്ള പെൺകുട്ടിയാണ്, കണ്ടാൽ പിച്ചി ചീന്തും. അന്നത്തെ അത്രമാത്രം ക്രൂരന്മാരാണ് അവിടുത്തെ പട്ടാളം. റോന്തിയേറ്റിക്കൊണ്ടിരിക്കുക. ഈ ഇസ്രായേലിന്റെ ഏതെങ്കിലും അഭിപ്രായ ബാലന്മാരാളുണ്ടെന്ന ഓരോ വീട്ടിലും ഇങ്ങനെ ഓരോ സ്ട്രീറ്റ് റോന്തിയേറ്റിക്കൊണ്ടിരിക്കും. But the scripture says she waited for an hour. അത് ചില നിമിഷങ്ങൾ പെട്ടകം വെച്ചിട്ട് ഈ മിരിയാം വന്നിരുന്നെങ്കിൽ, നിങ്ങൾ പറഞ്ഞു കുളിക്കാൻ ഫറവോന്റെ പുത്രി വരും. ധാത്രി അന്വേഷിക്കുമ്പോൾ കുഞ്ഞിനെ ഓൺ ചെയ്യാനായിട്ട് ആരും മനസ്സിലായി. ഞാൻ പറഞ്ഞ സബ്ജക്ട് ശ്രദ്ധിച്ച് കേൾക്കാം. നിങ്ങൾ എന്നേറ്റം ഗ്രൂപ്പാണ്ടേ പറയും. പക്ഷെ മനസ്സിലായി, അവൾ കുളിക്കാൻ ദൈവം പറഞ്ഞില്ല, കുളിക്കാൻ മതി. നോക്കണേ, അവൾ കല്യാണം കഴിച്ച് വേണ്ടല്ല, മുലകൊടുക്കാനായിട്ടൊക്കെ തന്നെ. ധാത്രി അന്വേഷിക്കുമ്പോൾ if Miriam was not there, Moses will not get the privilege to be taken care of by his own mother. മനസ്സിലാവും? അവന്റെ അമ്മയുടെ ഒരു പക്ഷേ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാമായിരിക്കും. കൊട്ടാരത്തിൽ കൊണ്ടുപോയാൽ പഠിപ്പിക്കുന്നതാണ് ബാലിന്റെ ജിമ്മോന്റെ ഒക്കെ മതങ്ങളാണ് പഠിപ്പിക്കുന്നത്. ക്ഷേത്രമതങ്ങൾ അല്ലെ, ടെമ്പിൾ മതങ്ങളാണ് പഠിപ്പിക്കുന്നത്. He can never know the living God. വിഷയം മനസ്സിലാവും? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നോ ഇൻസിഡന്റ് ഈസ് ആൻ ആക്സിഡന്റ്. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതെന്ന് ദുഃഖിക്കുന്ന വിഷയമാണ്. പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ഒന്നും ആകസ്മികമല്ല. നോ ഇവന്റ് ഈസ് ആബ്സല്യൂട്ട്, നോ ഇവന്റ് ഈസ് ആൻ ആബ്രപ്റ്റ് ആൻഡ് പ്രൊവൈഡഡ് യു ആർ പ്രിപ്പയർഡ് ടു ബിലീവ്. 26 വർഷം Yahweh closed the womb of Hannah. അവളുടെ ഗർഭത്തെ അടച്ചു കളഞ്ഞു. ബയോളജിക്കലി God kept it closed എന്ന് പറഞ്ഞാൽ അതിന്റെ തിയോളജി പറയാം. 26 വർഷം ഒരു ഹന്നയെ കൊണ്ട് പ്രാർത്ഥിച്ച്, 26 വർഷം ശീലോവിലെ ആലയത്തിൽ പോയി നേർച്ചയർപ്പിച്ച്, ആലയത്തിലെ മുഴുവൻ ശുശ്രൂഷകളും ചെയ്യിച്ച് അവളെ ഒരു സ്പിരിച്വൽ വിമനാക്കി, അവളെ ഒരു പ്രാർത്ഥനാ മനുഷ്യ അമ്മയാക്കി മാറ്റിയെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പുരോഹിതനായ ശമൂവേൽ പുറത്തു വരത്തുള്ളൂ. No, an ordinary Samuel cannot end the anarchy of Israel.
Old Testament is the darkest period. That is the time of priest Eli. ഓൾഡ് ടെസ്റ്റമെന്റിലെ ഇരുണ്ട കാലഘട്ടം എന്നറിയപ്പെടുന്ന ഈ പ്രീസ്റ്റ് എലായുടെ കാലഘട്ടം അന്ത്യം വരുത്തണമെങ്കിൽ ഒരു പ്രാർത്ഥിക്കുന്ന അമ്മയുടെ ഉദരത്തിൽ പിറന്ന കുഞ്ഞ് വേണം. എന്റെ പ്രസംഗ വിഷയം, why did God permit Hannah to be a barren woman? ഇന്ന് രാത്രി ആരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കാം? ജീവിതത്തിലെ നെഗറ്റീവ് സെറ്റ്ബാക്സിന്റെ കാരണം അന്വേഷിക്കേണ്ട. അങ്ങനെ മരുഭൂമിയിൽ കടത്തി വിട്ടില്ലായിരുന്നെങ്കിൽ സ്തോത്രം, അങ്ങനെ we would not have known Jesus. സ്തോത്രം, ഇന്ന് ഈ വിശ്വാസത്തിന്റെ പർവ്വതത്തിലേക്ക് വരത്തില്ലായിരുന്നു, വാഗ്ദത്തത്തിന്റെ പുത്രത്വത്തിലേക്ക് വരത്തില്ലായിരുന്നു. സ്തോത്രം, നിത്യതയ്ക്ക് അവകാശിയാകത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ജീവിതത്തിന്റെ പ്രതിസന്ധിക്ക് വേണ്ടി, ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് വേണ്ടി, ജീവിതത്തിന്റെ നിസ്ബോധത്തിന് ഇന്ന് രാത്രി നന്ദി പറയാൻ സാധിക്കണം. കർത്താവേ, എന്റെ ഞെരുക്കങ്ങൾക്കായി, എന്റെ കടങ്ങൾക്കായി, എന്റെ ബുദ്ധിമുട്ടുകൾക്കായി, എന്റെ സെറ്റ്ബാക്സിനായി നന്ദി കർത്താവേ. ഒരു മോശയെ പുറത്തു കൊണ്ടുവരാൻ ദൈവം തീരുമാനിച്ചു. തന്റെ ജനത്തിന്റെ ക്യാപ്റ്റിവിറ്റി അറിഞ്ഞു വരുത്താൻ ദൈവം തീരുമാനിച്ചു. നോ പേഴ്സൺ ഇൻ ദ വേൾഡ് ക്യാൻ സ്റ്റോപ്പ്. ഏത് രാജാവ് ആൺകുഞ്ഞുങ്ങളെ കൊല്ലാൻ കൽപ്പിച്ചോ അവന്റെ മോടെ ബെഡ്റൂമിലാണ് കുഞ്ഞിനെ വളർത്തുന്നത്. അവന്റെ രാജ്യത്തെ മുഴുവൻ റിസോഴ്സ് ചെയ്യുമ്പോൾ അങ്ങനെ പരിശീലിപ്പിക്കാം. ശ്രദ്ധിക്കണം, ശത്രുവിന്റെ മുമ്പേ അങ്ങനെ അതൊക്കെ സങ്കീർത്തനത്തിലെ വാക്യമല്ല ശ്രദ്ധ. ശത്രുവിന്റെ മുമ്പേ God will do it. Yes, research subject. Moses was given all military training. He was given all diplomatic training. ആ രാജ്യത്തെ ഏറ്റവും ന്യൂട്രീഷ്യസ് ഫുഡാണ് മോശം കഴിച്ചത്. എന്റെ തിയോളജി പറയട്ടെ, 40 വയസ്സുകാരുടെ 40 വയസ്സ് തൊട്ട് 120 ഉപവാസം. മനസ്സിലാകുന്നുണ്ടോ മോനെ? 180 വർഷം, 80% of the lifespan is spent in wilderness. Can you imagine? നമുക്ക് ഒരു വർഷം പരിസ്ഥിതി, we cannot withstand the struggles at least for 1 year. 12 മാസത്തിൽ ഒരാഴ്ച പല്ലുവേദന സഹിക്കാനൊക്കത്തില്ല. The man who lived the span of 100 years, he was compelled to spend 80 years, 40 years in the desert of Midian and 40 years towards the promised land. 80 വർഷം. Can you imagine? അത് എപ്പോഴാ തുടങ്ങിയ ശ്രദ്ധിക്കണം, വലിയ വിഷയങ്ങളാണ്. ടോട്ടൽ 120, 40 യൗവന മാസത്തെ, 80 25 പ്രൊപ്പോസൽ. അപൂർവ വർഷം 120 40 അവന്റെ, that is the beginning of his prime youth. പോലെ ജീവിതത്തെ പറ്റി സ്വപ്നങ്ങൾ കാണും. ശ്രദ്ധിക്കണം, ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ എനിക്കറിയാം. ഞാൻ ഈ ടെസ്റ്റ് എടുക്കാൻ വന്ന, പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ആത്മാവ് ഈ ടെസ്റ്റിലോട്ട് മൂവ് ചെയ്യാൻ പറഞ്ഞു. ജീവിതത്തിന്റെ വസന്തങ്ങളെ പറ്റി സ്വപ്നം കാണും, ഭാവിയെ പറ്റി, മക്കളെ പറ്റി, തലമുറയെ പറ്റി സ്വപ്നം കാണുന്ന ജീവിതത്തിന്റെ പ്രൈം ടൈമിൽ God has commanded Moses to move to desert. ഇന്ന് രാത്രി ഇതിന്റെ ജീവിതത്തിന്റെ യവനങ്ങളെ തുച്ഛീകരിക്കാത്ത ദൈവം, മരുഭൂമിക്കപ്പുറത്തൊരു ഹോരേബുണ്ട്. ഹോരേബിന്റെ ഉയരത്തിൽ ദൈവമുണ്ട്. ഹോരേബിന്റെ ഉയരത്തിൽ അഗ്നിയുണ്ട്. അഗ്നിയുടെ മധ്യത്തിൽ ദൈവമുണ്ട്. ദൈവത്തിന്റെ മക്കൾ ദൈവശബ്ദമുണ്ട്. ദൈവശബ്ദത്തിന്റെ മക്കൾ നിയോഗമുണ്ട്. അതൊക്കെ എടുക്കാൻ സമയമില്ലാത്തുണ്ട്. സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം, ഇന്നത്തെ ടെസ്റ്റ് അതാ, നിർത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ജഡ്ജ്മെന്റ് അപ്പോൺ മീ. ഒരു വിഷയം ഞാൻ പറയാം, കണക്ക് ഇത്തിരി വിഷയങ്ങളെ പറഞ്ഞു, ഒരു വിഷയം മാത്രം, ബാക്കിയൊന്നും നമ്മൾ എന്നാലും ഞാൻ സൂലയിൽ എടുത്തോളാം. നോക്കി 16ാമത്തെ വാക്യം. മിദ്യാനിലെ നമ്മുടെ ഈ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിട്ട് ദൈവനെ കാണിക്കുന്നു. നോക്കി, മിദ്യാനിലെ പുരോഹിതന് 7 പുത്രിമാരുണ്ടായിരുന്നു. അവർ വന്ന് അവന്റെ അപ്പന്റെ ആടുകൾ കുടിപ്പാൻ വെള്ളം കോരി തൊഴിൽ. അറിയാം, സംഭവം അറിയാം. സ്ത്രീകളും ആടുകളെ അപ്പന്റെ ആടാ. അവരുടെ ഇടയിൽ മാക്സിമം 100, മിനിമം 100. ലൂക്കോസ് 15 100 ആടുണ്ടെന്നിരിക്കാൻ. സഹോദരന്മാർക്കൊന്നും അത്രയും കാണത്തില്ല. ഒരു 50 നോക്കിയാൽ ദിവസം. എത്ര മക്കളാ? അവിടെ അപ്പന്റെ പേര് പറഞ്ഞ മതി. മോടെ പപ്പയുടെ നിങ്ങളുടെ അപ്പന്റെ പേര്. ഇവിടെ 7 പിള്ളേരുടെ അപ്പന്റെ പേര്. ജത്രോ, രഘുവേലിന് 7 പെൺമക്കൾ. ഒരുത്തിന്റെ പേര് പറഞ്ഞു സിപ്പോറ. ഒരാൾക്ക് 50 ആട് വെച്ച് കൂടി. ഞാൻ മിനിമം പറഞ്ഞത് 50 ആണ്. പറഞ്ഞു 7 × 50 പറഞ്ഞു. 350 വ്യാഖ്യാനിക്കുന്നില്ല, ജസ്റ്റ് ഇന്റർപ്രറ്റ്. 350 ആടിനെ വെള്ളം കുടിക്കണം. അതിന് ആടിന്റെ ഹൈറ്റിൽ അന്നത്തെ
കല്ലുകൾ, കൽപ്പാത്രം. അന്ന് കിർലോസ്കർ പമ്പിന്റെ ഭാഷ എന്താ, ട്യൂബ്വെല്ലില്ല, വേറെ ബോർ, ഒരു ബന്ധമില്ല, തൊട്ടിയും കയറുന്നു. യേശുവിന്റെ കാലത്ത് പോലും ഇല്ലായിരുന്നു. സമരക്കാർ ശ്രീ എനിക്ക് തോരാൻ തൊട്ടി എവിടെ, വെള്ളം പാളകൾ ചോദിച്ചില്ലേ, കയറിവിടെ. ഇതൊക്കെ വന്നിട്ടാ ഈ 300 വർഷമൊക്കെ ആയിരുന്നു തൊട്ടി ഇലക്ട്രിക് എഞ്ചിനൊക്കെ വന്നു. ഞാൻ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിച്ച് എന്താണ് പറഞ്ഞത്, 350, അത്രയും ഒത്തിരി ഉള്ളതാണ്. 350 ആട് കുടിക്കാൻ ആടിന്റെ ഹൈറ്റാണ് ജാറ് പണിഞ്ഞു വെച്ചത്. ഈ പാവപ്പെട്ട ഒരാൾ മാറി ഒരാൾ കൊടുത്തു, ഒരാൾ ഒഴിക്കുന്നു, ഇങ്ങനെ ദേ ഹാഡ് ബീൻ അല്ലോ. ഒരാൾക്ക് ഒരു ജാർ വെച്ച് കൂട്ടി 7 ജാർ, 7 പേർ അതിക്കുള്ളിൽ കാണും, മിനിമം വെക്കണം. 7 ജാറ് കഷ്ടിച്ച് ആട്. 110 അടി, നോർമൽ ഡെപ്ത് 110 അടിയാ പാലസിലേക്ക്. 110 അടി, ക്യാൻ ഇമാജിൻ. അത്രയും ആഴ്ന്ന് വെള്ളം കോരി വെച്ച് ബസ്. The sheep were about to drink the water. നോക്കി നോക്കി കോരി പൊട്ടികൾ നിർത്തി. എന്നാൽ ഇടയന്മാർ വന്നവരെ ആട്ടിക്കൾ. ശ്രദ്ധിക്കേണ്ട വിഷയം ഇതൊക്കെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നറിയത്, പുതിയ വ്യാഖ്യാനം. They never respected. It is totally unjustifiable, totally unethical. ആ പാവപ്പെട്ട സഹോദരിമാര്, അതായത് പിന്നെ ഇവിടെ അപ്പനോടൊക്കെ ദേഷ്യമായിരിക്കും. ഇടയന്മാർ തമ്മിലുള്ള റൈവൽറി ഇല്ലേ, ഷെപ്പേർഡ് റൈവൽറി എന്നുണ്ടായിരുന്നു. അസൂയം പടക്കൊക്കെ ആയിരിക്കും. ഇവര് 7 പെൺമക്കള് ആടുകളിൽ സമൃദ്ധിയായിട്ട് വന്ന് അസൂയായിരിക്കും. എന്തുമാകട്ടെ, 7 പേരുടെ അധ്വാനം മണിക്കൂർ കൊണ്ട് കോരിയ വെള്ളമായിരിക്കും. 1 മണിക്കൂർ കൂട്ടിക്കും മിനിമം. 1 മണിക്കൂറത്തെ അധ്വാനം തകർക്കാൻ എത്ര, 5 മിനിറ്റ് ഒറ്റത്തള്ളു. വെള്ളം പറയും, ഒരു കൽപ്പാത്രം പറയാൻ എത്ര സമയം വേണം? യേശു കേൾക്കുന്നു, 1 മണിക്കൂറത്തെ അധ്വാനം 5 മിനിറ്റിന്റെ അവസ്ഥ. നമ്മളെ ഹൗ ക്യാൻ ബി ജസ്റ്റിഫൈഡ്? ഞാൻ തിയോളജിക്കൽ പെർസ്പെക്റ്റീവ് പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഈസ് ഇറ്റ് അൺഎത്തിക്കൽ? ഈസ് ഇറ്റ് ജസ്റ്റിഫയബിൾ? ഈസ് ഇറ്റ് എക്സ്പെക്റ്റഡ് ഓഫ് ദം? അത് പുരുഷന്മാർ പാവപ്പെട്ട സൗകര്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാ? ഒരിക്കലും, ഒരു കാലത്തിനും ഒരു സംസ്കാരത്തിലാണ്. ഇനി നോക്കി, അടുത്ത വാക്ക് നോക്കി. ഇടയന്മാർ ഒന്ന് നാട്ടിൽ. അപ്പോൾ മോശ എഴുന്നേറ്റവരെ സഹായിച്ചു. ഒരു കാര്യം ശ്രദ്ധിച്ചു, 15ാമത്തെ വാക്യം. മിദ്യാൻ ദേശത്ത് എന്ന് പാർത്തു, അവൻ ഒരു കിണറ്റിനരികയിൽ. ഓരോ വാക്കുകൾ, ഓരോ സിലബിളും ശ്രദ്ധിക്കും. ഒരു എന്നുള്ള വിഷയം സമയുടെ ഒരു വൺ, യുണീക്ക് വൺ. ഇഷ്ടം പോലെ കിണറുണ്ട് ഭാഷ, മനസ്സിലായി? കണക്ടിവിറ്റി. മോസസ് കുഡ് ഹാവ് സാറ്റ് അറ്റ് എനിവെർ. മോശയുടെ പേര് തെളിയിച്ചിട്ടുണ്ട്. മോനെ 10 ഏത് കിണറ്റിന് കരയിലും പോയി ഇരിക്കാം. ഇറ്റ്സ് ഓപ്പൺ. അന്നത്തെ ഞാൻ കൾച്ചറൽ സിറ്റുവേഷൻ പഠിച്ചു. വെള്ളം കുടിക്കാൻ പോവാം. ആടിന് മനുഷ്യൻ കുടിക്കുന്ന വെള്ളമായിരുന്നു പോയത്. പക്ഷെ ദൈവം നോക്കി, അവൻ മിദ്യാൻ ദേശത്ത് എന്ന് പാർത്തു. ഫറവോന്റെ കൊട്ടാരം വിട്ട സെക്കൻഡ് ഫേസാ, 2ാമത്തെ 40 വർഷം തോന്നുക. ഒരു കിണറിനരികെയായിരുന്നു. ആ കിണറിന്റെ അരികിലേക്കാണ് ആര് വരുന്നത്? എല്ലാ കിണറിലും ഇടയന്മാർക്ക് നിൽക്കുമായിരിക്കും. ഈ മിത്രോവിന്റെ പെമ്മക്കൾ വന്ന കിണറിന്റെ അരിയിലേക്ക് ദൈവം അവനെ ഇരുത്തി. ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കണക്ടിവിറ്റി. ഒരു 10 കിണർ, ബാക്കി 9 കിണറിന്റെ കരയിലാണെങ്കിലും അല്ലെങ്കിൽ ഇതിനകത്ത് വിഷയമില്ല. അവന് വേണ്ടി ഒരു മാത്രം വെള്ളം കോരി കുടിച്ചിരുന്നു. He doesn't have any business to entangle himself in this issue. അത് ഇടയന്മാർക്ക് അത് ഗ്യാങ്ങാ. മോശ ഫറവോനെ പേടിച്ച് ഒറ്റയ്ക്ക് ഡെവലപ്മെന്റ് ആണ്. ഓടി വിദ്യാഭ്യാസം പരദേശമായിട്ട് മാർക്ക. വീടുമില്ല, കൂടുമില്ല, നാടുമില്ല, കിണറ്റിക്കറി ഭക്ഷണമില്ല. ഇട്ടേക്കുന്ന വസ്ത്രം വായിച്ചു, ഇട്ടേക്കുന്ന വസ്ത്രം കണ്ട വിശപ്പിന് വെള്ളം കൂടി വയറ് നിറയ്ക്കാൻ വന്നായിരിക്കും. പറഞ്ഞ കണക്റ്റിവിറ്റി ഒരു പോയിന്റ് പറഞ്ഞു നോക്കി. അവൻ ഇരുന്ന കിണറിന്റെ അരികിൽ സംഭവിക്കരുതാത്ത സംഭവിച്ചു. The most unexpected event happened the same way where he was. ഏത് കിണർ സംഭവിക്കും? അവൻ ആ കിണറിന്റെ അരികിൽ ഇരുന്ന് നോക്കി. ഉടനെ he got up from the place and he filled the jars again. അറിയില്ലേ? ആ 7 കൽപ്പാത്രം, ഏത് പറയുന്നില്ല, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ്. 7 കൽപ്പാത്രം അവൻ ആരൊക്കെയുള്ളു? 6 പാക്ക് മത്സരല്ലേ? ഫറവോന്റെ കൊട്ടാരത്തിലെ നല്ല ഭക്ഷണം, 34 ദിവസത്തെ ട്രെയിനിങ് അല്ലേ? മിനിറ്റുകൾ ഗ്യാപ്പിൽ വെള്ളം നിറച്ചു കൊടുത്തു. നോക്കി വായിച്ചു. അവരെ സഹായിച്ചു, അവരുടെ ആടുകളെ കുറിപ്പിച്ചു. ഇവരിങ്ങനെ ഫ്രസ്ട്രേറ്റാ, ഡിപ്രഷനാ, ട്രോമയിലാ, എന്താ കാര്യം നടത്തില്ല, എന്താ സംഭവിക്കും? they cannot explain what has happened. പിള്ളേരല്ലേ, പെൺപിള്ളേരല്ലേ, പേടിച്ചിരിക്കും, വിറച്ചിരിക്കും. നോക്കി അവൻ അവരെ കുടിപ്പിച്ചു. ആരായിരുന്നു കുടിപ്പിക്കേണ്ടത്? 7 ടെസ്റ്റിമോണിയൽസ്. ക്യാൻ യു ഫോളോ മീ? സഹോദരിമാർ കുടിപ്പിക്കേണ്ട ആടിനെ അവൻ കുടിപ്പിച്ചു. He has nothing to do with. അങ്ങനെ ആടിനെ കൊണ്ട് അവർ വീട്ടിൽ പോയി. How come you come early?
നേരത്തെ വന്നിട്ട് വരാനൊക്കെ കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. ഇടയന്മാർ ക്യൂ നിൽക്കും. അതെ നോക്കി, അപ്പൊ നോക്കി നിങ്ങൾ അതിനെ വിട്ടേച്ച് പോകണം. എന്റെ പ്രശ്നം കൈമാറി സംഭവം എല്ലാം ഞാൻ ചുരുക്കുവാണ്. സംഭവം എല്ലാം അപ്പൊ അപ്പം പറഞ്ഞു വൈ കാൻഡ് യു കോൾ, പോയി വിളിക്കാൻ പറഞ്ഞു. അവൾ പോയി ആരെ വിളിച്ചു? മോശയെ വിളിച്ചു. നോക്കിയേ, അവൻ മോശയ്ക്ക് ഭക്ഷണം കഴിപ്പാൻ അവനെ വിളിപ്പിന്ന് പറഞ്ഞു. മോശയ്ക്ക് അവനോട് പാർപ്പാൻ സമ്മതമായി. അവൻ മോശയ്ക്ക് തന്റെ മകൾ സിപ്പോറയെ കൊടുത്തു. അവിടെ ഒരു മകനെ പ്രസവിച്ചു. അങ്ങനെ പറഞ്ഞ് ഗർഭമുണ്ട്. സിമ്പിൾ ആയിട്ട് പറയാം, പെട്ടെന്ന് പറയാം. And now Moses becomes the part of that man. ആ കൊടുക്കുന്നത് മരുമോനായിട്ട് മാറി. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അറിയാം, മരുമോനായിട്ട്. ഇനിയാണ് മൂന്നാമത്തെ അധ്യായം. ഇപ്പോൾ now he is in charge of the sheep of his father. അതാണ് മൂന്നാമത്തെ. അത് 300 300 കൂട്ടിക്കും. ഇനി വീടിന്റെ ഉടമസ്ഥനായിട്ട് ഒരു മരുമൻ, നല്ല കഴിവുള്ള ഒരു മരുമൻ, സുമുഖനായ എഫിഷ്യന്റായ മരുമൻ. Now he is given the task of shepherding the sheep. ഇനിയാണ് മൂന്നാമത്. മോശ വിദ്യാലയ പുരോഹിതനും തന്റെ അമ്മായപ്പനും ഇത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. തന്റെ ആടുകളല്ല, അമ്മായപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ വ്യാഖ്യാനിക്കാൻ പക്ഷെ എത്ര മിനിറ്റ് വരും? പാവം വേണം. 6:20 ഞാൻ ഒരു സ്കൂൾ എടുത്തോളാം. ഇന്നിപ്പോ നിർത്താം. ഒരു പോയിന്റ് പറഞ്ഞു അത് തുടങ്ങാൻ നിർത്താം. ഇന്നലെ 6:30 ഇപ്പേക്ക് നിർത്താൻ നോക്കിയേ. മോശ വിദ്യാൻ നോക്കി, അമ്മായപ്പൻ ഇത്രയാണ് ഇവിടെ ദൈവത്തിന്റെ പറഞ്ഞ ഹോറേവ് വരും. വിഷയം എന്താണ്? ദ കണക്ടിവിറ്റി. നിങ്ങൾ മനസ്സിലായത്? കണക്ടിവിറ്റി ഓഫ് ഗോഡ്സ് ഹാൻഡ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അത് പറഞ്ഞത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്രോവുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഇത്രോവിന്റെ ആടുകളെ മോശിക്കുള്ളൂ. മോശയ്ക്ക് ആടുകളെ കിട്ടിയതാണ് എവിടേക്ക് പോകുന്നത്? ഹോറേവിനടുത്തേക്ക്. ഹോറേവിൽ ചെന്നുകൊണ്ടാണ് ദൈവത്തിന്റെ ദർശനം അറിയാം. ബാക്കിയുള്ള കാര്യങ്ങൾ അത് ഞാൻ ഒരു സ്കൂൾ എടുത്തോളാം. പറഞ്ഞ but he never expected that these things are going to happen. ഒന്നും മോശം പ്രതീക്ഷിച്ച ചുമ്മാ ഒരു കിണറ്റിന് കറി വെള്ളം പട്ടിണി വേറെ കഴിക്കാൻ വെള്ളം കോരി കുടിക്കാൻ പോയി. എന്റെ വാക്കുകൾ അവസാനിക്കട്ടെ. The events that have happened, നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ആഗ്രഹിച്ചതല്ല, ആരും ആഗ്രഹിച്ചല്ല, പക്ഷെ അത് സംഭവിച്ചു. We are not able to interpret the mystery of the things that happen. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഉത്തരവില്ല. എന്തുകൊണ്ട് ആ ദുരന്തത്തിലേക്ക് നയിക്കപ്പെട്ടു? Lord, what is the reason for the mishappening? Lord, what is the potential reason for the misfortune? There is no one, we do not know the answer. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഏതെങ്കിലും ഒരു കിണറിന്റെ ഈ പെമ്മക്കൾ ആടിനെ ആ കിണറിന്റെ തീരത്തേക്ക് മോശയെ വിടുന്ന ദൈവമാണ്. ഞാൻ പറഞ്ഞ സത്യം പ്രധാനപ്പെട്ട വിഷയമാണ്. 7 കൽപാത്രത്തിലെ 700 ലിറ്റർ വെള്ളം തട്ടിക്കളഞ്ഞപ്പോൾ ഈ പെമ്മക്കൊക്കെ ഒത്തിരി ദുഃഖമുണ്ടായി, ഫ്രസ്ട്രേഷൻസ് അല്ലെ, പോസ്റ്റ്മോർട്ടം, ഒത്തിരി ട്രോമ ഉണ്ടായി. They couldn't define what has happened. അവർക്ക് തന്നെ അറിയത്തില്ല വ്യാഖ്യാനിക്കും. What is the reason? What could be the reason? പക്ഷെ പിന്നീടുള്ള വ്യാഖ്യാനങ്ങളെ തിരിഞ്ഞു നോക്കുമ്പോൾ സ്തോത്രം, അവിടെ അവരുടെ 1 മണിക്കൂറത്തെ അധ്വാനം ഒരു 5 മിനിറ്റ് കൊണ്ട് പോയി. അന്ന് മോശം 350 ആണ് വീണ്, ദാഹം കൊണ്ട് വീണ് മരിക്കാൻ അല്പപ്രാണിയാണ്. ഇന്ന് രാത്രി സഭയോട് പരിശുദ്ധാത്മാ പറയുന്നു, താൽക്കാലികമായി ഉണ്ടായ ചില പ്രതിസന്ധി, ചില ടൈംലി മിസ്ഹാപ്പനിങ്, സ്തോത്രം, നിന്റെ പ്രതീക്ഷകൾക്കപ്പുറത്ത് സംഭവിച്ചാൽ വിഷയങ്ങളുടെ മുഖത്ത് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. God can reverse the events and God can turn it for his glory. അവന് നന്മയ്ക്കായി കൂടി വ്യാപിക്കാൻ സാധിക്കും. തിന്മയ്ക്ക് സാധ്യതയുള്ള, തിന്മയായി പോയി മറ്റുള്ള സംഭവങ്ങളെ നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ആലയത്തിൽ വ്യാപരിക്കുന്നു, വിശ്വാസികൾ വ്യാപരിക്കുന്നു, നമ്മിൽ വ്യാപരിക്കുന്നു. എല്ലാത്തിനും പിന്നിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ജീവിതത്തിന്റെ സെറ്റ്ബാക്സ്, ജീവിതത്തിന്റെ തിരിച്ചടികൾ, ജീവിതത്തിന്റെ പ്രതികരണങ്ങൾ. മത്തായി പറഞ്ഞു, തലയിലെ ഒരു മുടി പോലും അവന്റെ അറിവില്ലാതെ കൊഴിഞ്ഞു. ഇവന്റെ ലാസ്റ്റ് ഹെയർ ഇസ് കൗണ്ടഡ് ബൈ ഗോഡ്. അങ്ങനെയെങ്കിൽ എന്റെ തലയിലെ ഒന്നാമത്തെ മുടിയിൽ അവസാനത്തെ മുടിയും ദൈവത്തിന്റെ എണ്ണത്തിലുണ്ടെങ്കിൽ then why I should be afraid of the things that are going to happen? എന്റെ തലയിലെ മുടി പോലും അവന്റെ കരങ്ങൾ സുരക്ഷിതമാണ്.
ഇന്ന് രാത്രി കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ ഓഫ് ഹിസ്റ്ററി. ചരിത്രത്തിന്റെ വിധാതാവ് ദൈവമാണ്, ജീവിതത്തിന്റെ വിധാതാവ് ദൈവമാണ്. ഗോഡ് കൺട്രോൾസ് ദ ഹ്യൂമൻ ഹിസ്റ്ററി. ഗോഡ് കൺട്രോൾസ് ദ ഹ്യൂമൻ ഹിസ്റ്ററി. ഗോഡ് കൺട്രോൾസ് ദ ഹ്യൂമൻ ഡെസ്റ്റിനി. അവൻ വിളിച്ചവൻ വിശ്വസ്തൻ, വാഗ്ദത്തം നിവർത്തിക്കാൻ വിശ്വസ്തൻ. അവന്റെ വാഗ്ദത്തങ്ങൾ യേസ് എന്ന ഊവെന്നാണ്, നോ എന്നുള്ളതല്ല. Let the year 2026 be an year of inheritance for Zion Church. സയൻ മറക്കല്ല, ദൈവത്തിന്റെ പർവ്വതമാണ്. ദൈവത്തിന്റെ റേഡിയൻ ഗ്ലോറി വെളിപ്പെടുന്ന, ദൈവത്തിന്റെ സാന്നിധ്യം അല്ലെ ഇൻസസന്റായ പർവ്വതമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ വഹിക്കുന്ന, ദൈവത്തിന്റെ മഹത്വത്തെ ധരിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കാം. ദൈവത്തിന് പരിശുദ്ധാത്മാ സഹായിക്കും. വീണ്ടും പ്രാർത്ഥിക്കാം. കേൾപ്പിച്ചനുഗ്രഹിക്കപ്പെട്ട ദൈവജനത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചാട്ട്, എല്ലാവരും സമർപ്പിച്ചാട്ട് ദാസനെ കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വിധങ്ങളായ ദൈവത്തിന്റെ വലിയ അത്ഭുത പ്രവൃത്തികളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും യാദർശികമല്ല. ഹല്ലേലൂയ. അതേ ദൈവത്തിന്റെ പദ്ധതികളാണ്. ദൈവത്തിന്റെ അതേ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ വലിയ ഉദ്ദേശങ്ങളുണ്ട്. നമുക്ക് പൂർണ്ണമായി സമർപ്പിച്ചാട്ട് ഹല്ലേലൂയ. അത്ഭുതകര